മുഖത്തുണ്ടാകട്ടെ. ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ അവിടങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാദരം അറിയിച്ചിരുന്നു. ശ്രുതി മധുരമായ ക്രിസ്തീയ ഗാനങ്ങൾ കൊണ്ട് പ്രിയ ഇളം മനസ്സുകൾ നമ്മെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അനശ്വരനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ സുവിശേഷം ഈ ദേശത്തോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാലങ്ങളും കാലഗതികളുമെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐക്യ ആഗമനത്തിൻ്റെ ലോക സംഭവങ്ങൾ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഒരു കയ്യിൽ വർത്തമാന പത്രവും മറുകയിൽ ദൈവത്തിന്റെ തിരുവെഴുത്തായ ബൈബിളും വെച്ച് പരിശോധിച്ചാൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളൊന്നും ആകസ്മികമല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും തന്റെ വത്സല ശിഷ്യന്മാരും ഒലിവുമലയിലിരിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങയുടെ വരവിനും യുഗ അവസാനത്തിനും അടയാളമുണ്ട്. യേശുക്രിസ്തു ഇപ്രകാരമാണ് തിരുവാമൊഴിഞ്ഞത്: രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കടലിന്റെ ഓളവും തിരയുടെ മുഴുക്കുന്ന ജാതികൾ പരിഭ്രമിക്കും. അത്തി മുതലായ വർഷങ്ങൾ തളർക്കുന്നു കാണുമ്പോൾ നിങ്ങൾ വേനലെടുത്തു, ഞാൻ വാതുക്കൽ എന്നറിവീൻ. 2000 ആണ്ടുകൾക്കപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തു തിരുവാമൊഴിഞ്ഞത് ഇന്നീ തലമുറയിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ ഉണ്ടായ കാലം മുതൽ യുദ്ധമുണ്ട് പ്രിയരെ. എന്നാൽ ഒരു രാജ്യം ആ രാജ്യത്തിനെതിരെ തന്നെ എതിരായി പ്രവർത്തിക്കുക. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി വിതയ്ക്കുന്നത് ഭീകരവാദമാണ്. ഏതൊരു രാജ്യത്തെ നാം എടുത്ത് പരിശോധിച്ചാലും എല്ലാ രാജ്യത്തും ഒരുപോലെ തന്നെ രാജ്യം രാജ്യത്തോട് എതിർക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് ജപ്പാൻകാരോ ജർമ്മനിക്കാരോ ഇന്ത്യക്കാരോ അല്ല. പിന്നെയോ അവിടെ ജീവിച്ചുകൊണ്ട് അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ പ്ലെയിൻ ഉപയോഗിച്ചാണ് തിരിച്ചു തകർത്തത്. ലോകത്തിന്റെ ഏത് കോണ് നാം എടുത്ത് പരിശോധിച്ചാലും എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇന്ന് ഭീകരവാദത്തിന്റെ ഭീഷണിയിലായിരിക്കണം. എന്തിനേറെ പറയുന്നു, കൊച്ചു കേരളത്തിൽ പോലും ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണെന്നുള്ളതെന്ന് ഹമാസിന് അനുകൂലമായ ഇവിടെ യോഗങ്ങൾ നടന്നപ്പോൾ നമുക്കറിയാം. അതുകൊണ്ടാണ് ഏതൊരു രാജ്യം എടുത്ത് പരിശോധിച്ചാലും മറു രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഭീഷണി അനുഭവിക്കുന്നത് ഭീകരവാദത്തിൽ നിന്നാണ്. ഭീകരവാദം എപ്പോഴും ഒരു രാജ്യത്തിന് ആപത്താണ്. മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും ഒരിക്കൽ പോലും ഒരു ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുകയില്ല. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര ഞരമ്പുകൾ എന്നാണ് നമ്മുടെ കവിവന്മാർ പാടി വെച്ചിട്ടുള്ളത്. ഒരു ഭാരതത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാരണം എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ രാജ്യത്ത് ഒരു ഭീകരവാദി ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ജാതി ജാതിയോട് എതിർക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ജാതികളിൽ വെച്ച് ഏറ്റവും ഐക്യമുള്ള ജാതിയാണ് ഇസ്ലാം. സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന പദമുണ്ടായത്. സലാം എന്ന വാക്കിന്റെ അർത്ഥം കീഴടങ്ങുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. അങ്ങനെ കീഴടങ്ങി അനുസരിക്കുന്ന 114 സൂറത്ത് വിരുദ്ധമായ 6666 വാക്യങ്ങളുള്ള ഖുറാനും പിന്നീട് ഹരിവമാല എഴുതപ്പെട്ട ഹദീസുകളുമുള്ള ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ അടിമ എന്നാണ് വിളിക്കുന്നത്. അത്രമാത്രം അനുസരണയുള്ള മതമെങ്കിലും ഇന്ന് ഇസ്ലാം മതത്തെ എടുത്ത് പരിശോധിച്ചാൽ സുന്നി സിയ വിഷയത്തിൽ
എത്രയോ ലക്ഷങ്ങളാണെന്ന് ചത്തു വീണുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അറേബ്യൻ രാജ്യങ്ങൾ പരിശോധിച്ചാൽ അവർ തമ്മിൽ ഇന്ന് അതിക്രൂരമായ രീതിയിൽ അഥവാ ഒരു ജനതയ്ക്ക് തന്നെ എതിരെ പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ വാവാ കക്ഷി മെത്രാൻ കക്ഷി പോരെത്ര കാലമായി തുടങ്ങിയിട്ട് ഇന്നത് അഥവാ കത്തോലിക്ക സഭയിലും ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ തലങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ പശുവിറച്ചി ഭക്ഷിച്ചു എന്ന കാരണത്താൽ അവിടെയും കൊന്നൊടുക്കുന്നത് ഒരേ ജനതയെ തന്നെയല്ലേ. അതുകൊണ്ടാണ് രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ജാതി ജാതിയോട് എതിർക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നു. ലോകത്ത് ഏതൊരു പത്രം എടുത്ത് പരിശോധിച്ചാലും ഏത് നിമിഷവും ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ കഴിയുന്ന രീതിയിലേക്ക് സംഭവവികാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന് കർത്താവ് പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണ്. ജാതി ജാതിയോട് എതിർക്കുമെന്ന് അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണ്. അതുപോലെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒറ്റ പത്രം പോലുമില്ല. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഭൂകമ്പങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഇന്ന് ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം തന്നെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ ഭൂചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എത്രയോ ഭൂചലനങ്ങളാണ്. നേപ്പാളിന്റെ മുഖച്ഛായ പോലും മാറ്റിക്കളഞ്ഞില്ലേ ഭൂകമ്പം. അങ്ങനെ ഭൂകമ്പങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കടലിന്റെ ഓളവും തിരയിടമൊക്കെ ജാതികൾ പരിഭ്രമിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളുണ്ടായ സുനാമി നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് കടൽ വെള്ളം തിരകളായി കയറി വന്ന് ആ തിരകളെ കുറിച്ച് പറയുകയാണ്. കടലിന്റെ ഓളവും തിരയിടമൊക്കെ ജാതികൾ പരിഭ്രമിക്കും. അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കുന്നു കാണുമ്പോൾ നിങ്ങൾ വേനലെടുത്തു, ഞാൻ വാതുക്കൽ എന്നറിയാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. അത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പരിശോധിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സാകും. അത്തി യഹൂദന്റെ രാഷ്ട്രീയ വ്യവസ്ഥതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മരത്തോടാണ് യഹൂദന്റെ ആത്മീയ വ്യവസ്ഥതയെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്തി മുതലായ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ലോകത്തിന്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി വിസ്തരിച്ച ഒരു മഹാവിസ്താരം നടക്കുകയാണ്. ആ മഹാവിസ്താരത്തിൽ ആദ്യം ഹന്നാവിന്റെ കോടതി യേശുക്രിസ്തുവിനെ വിസ്തരിച്ചു. ഒരു തെറ്റും അവനിൽ കണ്ടില്ല. വീണ്ടും കയ്യാഫാസ് എന്ന മഹാപുരോഹിതൻ വിസ്തരിച്ചു. ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും പ്രസ്തരിക്കുകയാണ് മൂന്നാമത്തെ മതക്കോടതിയായി സന്നിധി സംഘം. യഹൂദ മതക്കോടതി വിസ്തരിച്ചിട്ട് അവസാനം അവനിൽ ഒരു തെറ്റും കണ്ടില്ല പ്രിയരെ. വീണ്ടും പീലാത്തോസിന്റെ കോടതിയിലേക്ക് അയച്ചില്ലേ. പീലാത്തോസിന് സിവിൽ കോടതി വിസ്തരിച്ചിട്ടും യേശുക്രിസ്തുവിൽ മരണകരമായി ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും നേരെ ഗലീലായിലെ രാജാവായിരുന്ന ഹെറോദാസിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെറോദാസും വിസ്തരിച്ചു. പക്ഷെ ഒരു തെറ്റും അവനിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് 6ാമത്തെ കോടതിയായിരിക്കുന്ന പീലാത്തോസ് അവന് വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ അന്നത്തെ യഹൂദ പ്രമാണിമാരും അതുപോലെ തന്നെ മതപുരോഹിതന്മാരും അടക്കമുള്ളവർ പറഞ്ഞു, ഈ നസ്രേത്തുകാരനായ യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് വേണ്ടി അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ചോദിച്ചു വാങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തുവിന്റെ നിർമ്മല രക്തത്തിന്റെ വില അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും യഹൂദൻ അങ്ങനെ ആവശ്യപ്പെടുകയില്ലായിരുന്നു. ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെ മേലും വരട്ടെ എന്നാണ് പറഞ്ഞത്. ലോകചരിത്രത്തിന്റെ കാലഗതികളെ പരിശോധിച്ചാൽ ആ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. AD 70 വരുമ്പോൾ യഹൂദന്റെ എക്കാലത്തെ അഭിമാന സ്തംഭമായിരുന്ന, ലോകത്തിന്നോളം ആർക്കും പണിയുവാനോ ഇന്ന് വരെ പണിതിട്ടില്ലാത്ത അതിമനോഹരമായ ദൈവാലയം സോളമൻ മഹാരാജാവിനാൽ പണിയെടുപ്പിച്ചതും പല രാഷ്ട്രീയ അഥവാ ഇടപെടലുകളിലൂടെ ആക്രമണങ്ങളിലൂടെ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ഏകദേശം 46 സംവത്സരം കൊണ്ട് ഹെറോദാസ് രാജാവ് പുതുക്കിപ്പണിതതുമായ അതിമനോഹരമായ ദൈവാലയം, ആ ദൈവാലയത്തെ ചൂണ്ടിക്കൊണ്ടാണ് യേശുക്രിസ്തുവിനോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഇതത്ര മനോഹരമായി പണിതിരിക്കുന്ന ദൈവാലയം, യേശുക്രിസ്തു ഇപ്രകാരമാണ് തിരുവൊഴിഞ്ഞത്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുടിഞ്ഞു പോകുന്ന കാലം വരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിനെ ചോദിച്ചു വാങ്ങിയ യഹൂദൻ എന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത
ആ ജനത അതിന് കണക്ക് പറയാൻ ആരംഭിച്ചു. AD 70 റോമൻ സൈന്യം ഇന്ന് നാം കാണുന്ന ജെറുസലേം വളഞ്ഞു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല പ്രിയരെ. അവിടെ വളഞ്ഞ് ഏകദേശം റോമൻ ചക്രവർത്തിയുടെ മകളായി ടൈറ്റസ് ആ ജെറുസലേം ദൈവാലയത്തിന് തീ വെക്കുകയും അതിനുശേഷം അതിന്റെ തങ്ക തകിടുകൾ ഉരുകി കല്ലുകൾ ഇടയിൽ വീണപ്പോൾ ആനയ്ക്ക് കൽപ്പം കെട്ടി അഥവാ അതിന്റെ അടിക്കല്ല് വരെ ഇളക്കി കളഞ്ഞു. അന്നിന്ന് കാണുന്ന പോലെ പൊക്കിളിയില്ല പ്രിയരെ, JCB ഇല്ല. അതുകൊണ്ടാണ് ആനയ്ക്ക് കൽപ്പ കെട്ടി അതിന്റെ അടിക്കല്ല് ഭീമാകരമായി കല്ലുകളെ ഇളക്കി മാറ്റിക്കൊണ്ട് ആ കല്ലിനിടയിൽ വീഴുന്ന അഥവാ ആ ഉരുകി തിളച്ച് വീണിരുന്ന ആ തങ്കം അവരെടുത്തു കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അഖിലാണ്ടത്തിൽ ഉടയവനായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, ഈ മനോഹരമായ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ മുടിഞ്ഞു പോകുന്ന കാലം വരുമെന്ന്. ചരിത്രത്തിൽ AD 70 അത് നശിപ്പിക്കപ്പെട്ടുമെന്ന് മാത്രമല്ല, ഏകദേശം 35 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നൊടുക്കിയില്ലേ. 97,000-ഓളം ചെറുപ്പക്കാരെ അന്ന് റോമൻ സൈന്യം അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവര് തെരുക്കോണുകളിൽ നിർത്തി നാം അറിയുന്നത് ആടുമാടുകളെ വില വീശി വിൽക്കുന്നത് പോലെ വില വീശി വിറ്റൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് ഒരിക്കലും അവർ ആവശ്യപ്പെടുകയില്ലായിരുന്നു. അവിടം കൊണ്ട് അവസാനിച്ചില്ല പ്രിയരെ. ലോകത്തിന്റെ നാനാ കോണുകളിലേക്ക് AD 135 യഹൂദൻ ചിതറപ്പെട്ടു. അങ്ങനെ ഏകദേശം രക്ഷയിൽ ചെന്ന യഹൂദനിൽ 20 ലക്ഷത്തോളം യഹൂദനെ റഷ്യക്കാർ കൊന്നുകളഞ്ഞില്ലേ. ലോകത്തിന്റെ ഓരോ കോണുകളിലേക്കും കയറി ചെന്ന യഹൂദനെ അവന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കാത്ത ഏതൊരു രാജ്യമുണ്ട്? അങ്ങനെ ഒരു രാജ്യമുണ്ടെങ്കിൽ അതാണ് നാം ജനിച്ചിരിക്കുന്ന, നമുക്ക് അഭിമാന പുരുഷനം പറയുവാൻ കഴിയുന്ന നമ്മുടെ ഭാരതം എന്ന രാജ്യം. അതുകൊണ്ടാണ് ഭാരതത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അഭിമാനമെന്ന് ഞാൻ പറയുവാൻ കാരണം, യഹൂദൻ ഇവിടെയും വന്നു. അങ്ങനെ ദേശാന്തരം ജെറുസലേമിൽ ചിതറപ്പെട്ട യഹൂദൻ ഇവിടെ വന്ന് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ അവന് സിനഗോഗ് പണിതു. അങ്ങനെ അവനെ അഥവാ ഈ യഹൂദനെ നാം ഒരു അതിഥിയായി സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അഥവാ ജെറുസലേമിലേക്ക് ചെന്നപ്പോൾ ആ ജെറുസലേമിൽ ചെന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെഹമ്യാവ് വന്ന് അവനെ കെട്ടിപ്പിടിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സഹോദരൻ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു രാജ്യങ്ങളിലെല്ലാം വേട്ടയാടപ്പെട്ടപ്പോൾ നമ്മുടെ മാതൃരാജ്യം മാത്രം ഏതൊരു വ്യക്തിക്കും അഥവാ അഭയം കൊടുക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ആ രാജ്യം അഭയം നൽകി അവർക്ക് വേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മുടെ മോദിജി അഥവാ ആ ഇസ്രായേലിൽ ചെന്നിറങ്ങിയപ്പോൾ മറ്റാർക്കും കിട്ടാത്ത സ്വീകരണമാണ് പ്രിയരെ കിട്ടിയത്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ചരിത്രം പരിശോധിച്ചാൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് തന്നെ അറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. ഒന്നാം ലോകമഹായുദ്ധം തന്നെ പരിശോധിച്ചാൽ ഏകദേശം ആ യുദ്ധത്തിൽ കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായെന്ന് ചോദിച്ചാൽ യഹൂദൻ അവന്റെ രാഷ്ട്രത്തിൽ ഒന്ന് കടന്നു ചെന്ന് ജെറുസലേമിൽ ഇനിയും അവശേഷിക്കുന്ന ജെറുസലേം ദൈവാലയത്തിന്റെ ഒരു ചുറ്റുമതിലുണ്ട് പ്രിയരെ. ആ ചുറ്റുമതിലിൽ നിന്ന് മുഖം മുട്ടിച്ചു കരയുവാൻ അന്ന് യഹൂദന് അവസരം കിട്ടിയത് ഒന്നാം ലോകമഹായുദ്ധത്തിലൂടെയാണ്. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അച്യുതന്റെ ശക്തികളും സഖ്യസേനയും ഒരുപോലെ മുഖാമുഖം എതിർത്ത ആ ഭീകരമായ ലോകയുദ്ധം, ആ ലോകയുദ്ധത്തിൽ അന്ന് അമേരിക്ക കക്ഷിയായിരുന്നില്ല. എന്നാൽ അമേരിക്ക കക്ഷി ചേരുവാനുണ്ടായ കാരണം ജപ്പാൻ അഥവാ പേൾ ഹാർബർ ആക്രമണം നടത്തി. അങ്ങനെ ചരിപ്രയോഗത്തിലൂടെ അമേരിക്കയുടെ തുറമുഖ പട്ടണങ്ങൾ ആക്രമിച്ചപ്പോൾ സഖ്യസേന തോൽക്കുമെന്ന അവസ്ഥയെത്തി. അപ്പോഴാണ് യഹൂദനോട് ചോദിച്ചു, വല്ല രക്ഷയുമുണ്ടോ ഞങ്ങൾ രക്ഷപ്പെടുത്തുവാൻ? ലോകത്ത് മറ്റാരോടും ചോദിച്ചില്ല. കാരണം അവിടെ സഖ്യസേനയിൽ ഏകദേശം 60 ലക്ഷത്തോളം യഹൂദന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകളഞ്ഞു ഹിറ്റ്ലർ. അങ്ങനെ യഹൂദൻ ഒരിക്കലും ഒരു രാജ്യമാകില്ല, യഹൂദൻ ഇനി ഒരു ജാതിയായി വളരില്ല, യഹൂദൻ എന്ന അത്തി ഉണങ്ങി എന്ന് ലോകം എഴുതി തള്ളിയ ആ കാലഘട്ടത്തിലാണ് ചോദിക്കുന്നത്, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വല്ല വഴിയുമുണ്ടോ? മറ്റാരോടും ചോദിച്ചില്ല. കാരണം ബുദ്ധിപരമായി പറഞ്ഞാൽ ദൈവത്തിന്റെ ജനമെന്നറിയപ്പെടുന്ന യഹൂദൻ, ആ യഹൂദന്റെ അത്രയും ബുദ്ധി മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് അവനോട് ചോദിച്ചു, വല്ല രക്ഷയുമുണ്ടോ ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ? കാരണം യഹൂദൻ ഒന്നറിയാം, ദൈവത്തിന്റെ തിരുവെഴുത്ത് എഴുതി സൂക്ഷിച്ചിരുന്ന ജനതയാണവർ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ തിരുവെഴുത്തിൽ
ഇന്നേക്ക് 4000 ആണ്ടുകൾക്കപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയരെ. ശാസ്ത്രമെന്ന ആശയം മനുഷ്യ ശബ്ദകോശം ഇല്ലാതിരുന്നൊരു കാലഘട്ടം. ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ ഇയ്യോബ് BC 2000 എഴുതി വെച്ചിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ, നീ ഹിമത്തിന്റെ മണ്ണാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമയുടെ കൂമ്പാരം നീ കണ്ടിട്ടുണ്ടോ? അത് പോരും പടയുള്ള കാലത്തേക്ക് ഞാൻ കരുതി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പ്രിയരെ. എന്ന് പറഞ്ഞാൽ ശീതീകരണത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഗുപ്തമായ ആയുധം, അത് പോരും പടയ്ക്കുമായി കരുതി വെച്ചിരിക്കുന്ന ആയുധമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദൻ തിരുവെഴുത്ത് പഠിച്ചവനാണ്. അതുകൊണ്ടാണ് അവൻ പറയും, ഞാൻ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബിന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദേശം ഞങ്ങൾക്ക് വിട്ടുതരണം. എന്തുകൊണ്ട് അവരെ ഉറപ്പിച്ചു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത, കോളേജിന്റെ യാതൊരുവിധ പരിജ്ഞാനവുമില്ലാത്ത അപ്പോസ്തലനായ പത്രോസിന്റെ 2-ാം ലേഖനം, അതിന് 3-ാം അധ്യായത്തിലെ 9ഉം 10ഉം വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ത്യനാടുകളിൽ മൂലപദാർത്ഥങ്ങൾ കത്തിയഴി നിങ്ങൾ കാണും. നാം പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കല്ലും മണ്ണും കത്തുമെന്നാണ് അവിടെ പറഞ്ഞത്. ഒരുപക്ഷെ ലോകശാസ്ത്രം പറഞ്ഞു ഇത് പത്രോസിന് വട്ടാണ്, ബൈബിൾ പറ്റിയ തെറ്റാണെന്ന്. എന്നാൽ നാഗസായിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണപ്പോഴാണ് മനസ്സിലായത് ഇത് പത്രോസിനല്ല തെറ്റ് പറ്റിയത്, ബൈബിൾ അല്ല തിരുത്തേണ്ടത്, ലോകശാസ്ത്രജ്ഞന്മാർക്കാണ് തിരുത്താവശ്യമായി വന്നത്. അതുകൊണ്ടാണ് ഗുപ്തമായ ആയുധത്തെ കുറിച്ച് യഹൂദനോട് ചോദിക്കുകയും അങ്ങനെ യഹൂദന്റെ ആ സഹായത്താൽ 2-ാം ലോക മഹായുദ്ധം ജയിച്ചത് കൊണ്ട് ബാൽബർ പ്രഖ്യാപനം വഴി ഇതാ യഹൂദ രാഷ്ട്രം നിലവിൽ വന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട് ഇനി ഒരിക്കലും ഒരു രാജ്യമായി, ഒരു ജനതയായി വളരുന്നില്ല എന്ന് ലോകം എഴുതി തള്ളിയ യഹൂദൻ, ആ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു രാഷ്ട്രമായി ഏതൊരു രാഷ്ട്രത്തിനും കീഴടക്കാൻ കഴിയാത്ത രീതിയിൽ സാങ്കേതിക വിദ്യയിൽ വളർന്നു വന്നിരിക്കുന്നുവെങ്കിൽ ദൈവ തിരുവെഴുത്ത് 2000 വർഷം മുമ്പ് എഴുതി വെച്ചു. യഹൂദനെ നോക്കി നിങ്ങൾ പഠിച്ചുകൊള്ളുക. അഥവാ അത്തി മുതലായ വർഷങ്ങൾ നടക്കുമ്പോൾ വേനലെടുത്തു ഞാൻ വാതിക്കൽ എന്നറിയുകയും. നമുക്കറിയാം പാലസ്തീൻ നാട്ടിൽ അത്തി തളർക്കുന്നത് വേനൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത്തി തളർക്കും. അതുകൊണ്ടാണ് അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കുമ്പോൾ വേനലെടുത്തു നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. വേനലോട് ബന്ധപ്പെട്ടാണ് അത്തി തളർക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, 2000 ആണ്ടുകൾക്കപ്പുറത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എന്തിനാണ് തിരുവവതാരം ചെയ്തു വന്നത്? ആ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്ക് എന്താണ് ചെയ്തത്? ഈ കർത്താവായ യേശു ക്രിസ്തു ഇനി എന്തിനാണ് മടങ്ങി വരാൻ പോകുന്നത്? ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഐക്യ ആഗമനം എന്ന് പറയുന്നത് തിരുവെഴുത്തുകളും പ്രകാരമാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകളും പ്രകാരം ഭൂമി ജനിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം ജീവിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം പ്രവർത്തിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച്, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റ്, തിരുവെഴുത്തുകളും പ്രകാരം സ്വർഗാരോഹണം ചെയ്ത്, തിരുവെഴുത്തുകളും പ്രകാരം സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും സങ്കീർത്തനം 40-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളുമുണ്ട്. നമ്മുടെ ഭാരതത്തിൽ എന്ന് പറഞ്ഞാൽ ഭാരതീയ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണ്ടങ്ങളും ആരണ്യങ്ങളും 18 പർവ്വങ്ങളും മഹാഭാരതവും 18 ഭഗവത്ഗീതയും ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് വരികിലും ഈ ഗ്രന്ഥങ്ങളിൽ പ്രകാരമല്ല ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നാം അറിയുന്ന പോലെ പാഴ്സി മതത്തിന്റെ മതഗ്രന്ഥമായിരിക്കുന്ന സന്തവസ്ഥയിൽ 1000-ഓളം ഗീതകൾ ഉണ്ടെങ്കിലും ആ ഗീതകളിലും പറഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ മനുഷ്യാവതാരം ഉണ്ടാകുമെന്നാണ്. ഭാരതീയ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിലും പറഞ്ഞിരിക്കുന്നത് ഒരു ഉദ്ധാരകൻ ഭൂമിയിലേക്ക് വരണം, മാനവരാശിയുടെ മോക്ഷപ്രാപ്തിക്കായി മറ്റൊരു മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുന്നവനെയാണ് അവതാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരവും പരിശോധിച്ചാൽ അവരും എഴുതി വെച്ചു 10 അവതാരങ്ങളെ കുറിച്ച്. മത്സ്യക്കൂർമരാഗസ്യ നരസിംഹസ്വാമന രാമോ രാമച്ച കൃഷ്ണകൽക്ക് ജനാർദ്ദന. ഈ
വൈഷ്ണവാവതാരം 10 അവതാരമെങ്കിലും അതിലും ഭഗവാൻ കൃഷ്ണനും വന്നു വേടന്റെ എമ്പേറ്റ് കാലപുരിയിലേക്ക് പോയത് ഭാഗവതം 10-ാം സ്കന്ധം എഴുതി വെച്ചിരിക്കെ ഇനി എങ്ങനെയാണ് മാനവരാശിക്ക് ഒരു മോക്ഷപ്രാപ്തി ലഭിക്കുന്നത്? അപ്പോഴാണ് വേദങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണല്ലോ. 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം. അതിൽ ഋഗ്വേദത്തിന്റെ പേരുകൾ പരിശോധിച്ചാൽ 10-ാം മണ്ഡലം 121 സൂക്തങ്ങൾ പരിശോധിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രജാപതി. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ കാണുന്നതിന് മുമ്പ് ഒരു സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്, ചാന്തോക്യ ഉപനിഷത്ത് 6:2 പറയുന്ന പ്രകാരമാണ് സദ്ദേവാസ്വമേധ ആഗ്രയാസിത് ദേഹമേവാദിതീയം. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ കാണുന്നതിന് മുമ്പ് ആത്മാവായി ഇതമേക ഏവാഗ്രയാസിത്, അത് ആത്മാവായിരുന്നു. ആത്മാവായിരിക്കുന്ന ഈശ്വര ഭാവം, ആ ഭാവം പുരുഷേ വേദം സർവം യദ്ഭുതം ഭാവ്യം ഉദാമൃതത്വത്തെ സാധോ യതിനോ നാദിരോഹിത. ആ പുരുഷൻ സർവത്തിനും കാരണഭൂതനായിരിക്കുന്ന വിശ്വകർമാവായ പ്രജാപതി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മഹർഷിവര്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ ആർക്കാണ് ഹൗസർപ്പിക്കേണ്ടത്, അഥവാ ഞങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? അപ്പോൾ പറയുകയാണ് ഖൻ എന്ന പ്രജാപതിക്ക്. ആരാണ് പ്രജാപതി? പ്രജാപതി പുരുഷേവേദം സർവം അദ്ഭുതം ഉച്ചഭാവ്യം ഉദാമൃതത്വത്തെ സാധോ യതിനോനാതിരോഹിത. ഈ പുരുഷ വിശേഷമായിരിക്കുന്ന ഈശ്വര സത്ത, ആ ഈശ്വര സത്തയാണ് സർവത്തിന്റെയും കാരണഭൂതനായിരിക്കുന്ന സർവസൃഷ്ടാവായിരിക്കുന്ന വിശ്വകർമാവായി പ്രജാപതി. ആ പ്രജാപതി ചരതേ ഗർഭേ അന്തർജായ മാനോ ഹൃദാഭിജായതേ. ആ പ്രജാപതി അഥവാ ഗർഭത്തിൽ ഭൂവിഷ്ഠനാകണം. അങ്ങനെ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിലേക്ക് വരികയല്ലാതെ ഭൂമിയിലുള്ള ഇന്നോളം ഒരു അവതാര പുരുഷന്മാർക്കും പരിഹാരം വരുത്തുവാൻ കഴിയില്ലെന്നാണ് നാം ബൃഹദാരണ്യക ഉപനിഷത്ത് 32-5 വാക്യങ്ങൾ വായിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വന്ന മതമാണല്ലോ നാം അറിയുന്ന BC 700 എഴുതപ്പെട്ട അഥവാ സ്വരാഷ്ട്ര വിരചിതമായിരിക്കുന്ന 1000-ഓളം ഗീതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞ സന്തവസ്ഥ പരിശോധിച്ചാൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്തിമമായി 3 പേർ വരും. ആ 3 പേർ വരുന്നതിൽ അവസാനം വരുന്ന വ്യക്തിപ്രഭാവം അഥവാ സത്യത്തിന്റെ മനുഷ്യാവതാരമായിരിക്കും. അതിന് അവർ വിളിച്ചത് അഗുരമസ്ത എന്നാണ്. അവിടെയും സത്യത്തിന്റെ മനുഷ്യാവതാരം നടക്കണമെന്നാണ് അവിടെയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അതുപോലെ ഉപനിഷത്താചാര്യന്മാർ ബൃഹദാരണ്യക ഉപനിഷത്തിലും അവരും അവസാനം പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരമാണ് പ്രാർത്ഥന ബൃഹദാരണ്യക ഉപനിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസദ്ധോ മാ സദ്ധമയ, തമസോ മാം ജ്യോതിർഗമയ, മർത്യോ മാം അമൃതംഗമയ. അലിയോ ഈശ്വര, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. അലിയോ ഈശ്വര, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾ പ്രകാശത്തിലേക്ക് നയിക്കണമേ. അലിയോ ഈശ്വര, ഞങ്ങൾ മൃതിയിലാണ്, ഞങ്ങൾ അമൃതിയിലേക്ക് നയിക്കണമേ എന്ന് ലോകത്തൊന്നടങ്കമുള്ള സമസ്ത മാനവരാതിയും ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചൂരിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ തരി താര സൂര പാര പർവ്വതർവാദങ്ങളുമായ ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തിന് ജന്മം കൊടുത്ത ദൈവം ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന് ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കലാങ്കുലിയുടെ കവിനിയോ വൈഭവമായി കാമ്യ കലാവസ്തുവായി ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞ് അവന് ജീവശാസ്ത്രമുതിരെ അങ്ങനെ പ്രപഞ്ച സൃഷ്ടിയുടെ മകുടമായി ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തിന്റെ ഭയാനകമായ കരാള കസ്തങ്ങളിൽ അമർന്നുകൊണ്ട് ജീവിച്ച് കൊതി തീരാത്ത മനുഷ്യൻ. അതുകൊണ്ടാണ് ഇവിടെയുള്ള പ്രഗത്ഭന്മാരായ വ്യക്തികൾ മരിച്ചപ്പോഴും പറഞ്ഞത്, ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടിയെന്ന്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് പാടിയത് അവിടം കൊണ്ട് അവസാനിച്ചില്ല. നാം അറിയുന്നത് പോലെ തന്നെ അനശ്വര ഗായകനായിരുന്ന അഥവാ നമ്മുടെ തമിഴ് ഗായകനായിരുന്ന SP ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കോവിഡ് വന്ന് അദ്ദേഹം അത്യാസന നില തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു, സാർ അങ്ങേ ഏറ്റവും കൂടി ചിന്തിപ്പിച്ച വിഷയം എന്താണ്? അപ്പോൾ ശുദ്ധ ബ്രാഹ്മണൻ എന്ന് അവകാശപ്പെടുന്ന SP ബാലസുബ്രഹ്മണ്യവും ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ വളരെ വിരളമായ ഗാനങ്ങളെ പാടിയിട്ടുള്ളൂവെങ്കിലും അതിൽ ഞാൻ രണ്ടാമത് പാടിയ ഒരു പാട്ടുണ്ട് കടൽപ്പാലം എന്ന സിനിമയിൽ. അതിൽ ഇപ്രകാരമാണ് ഞാൻ പാടിയിരിക്കുന്നത്, ഈ കടലും മറുകടലും വാനവും ഭൂമിയും കടന്ന്
ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? അവിടെ മനുഷ്യനുണ്ടോ? S.T. ബാലസുബ്രഹ്മണ്യൻ ചോദിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ചോദ്യങ്ങൾ ചോദിക്കുവാനേ നമുക്ക് കഴിയൂ. ഉത്തരം പറയാൻ മറ്റൊരുത്തൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് സുകുമാരനെ കൂടെ തത്വമസി എന്ന പുസ്തകത്തിൽ പറഞ്ഞത്, മറ്റൊരു മണ്ഡലത്തിലേക്ക് ഇറങ്ങി എന്ന് വരുന്നവനാണ് സാക്ഷാൽ അവതാര പുരുഷൻ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെ മനുഷ്യനുണ്ടായി, ഈ മനുഷ്യൻ എങ്ങനെ കുടുംബമായി, ഇവിടെ എങ്ങനെ ഗോത്രങ്ങളായി പിരിഞ്ഞു, ഇവിടെ എങ്ങനെ ഭാഷകളുണ്ടായി, ഇവിടെ എങ്ങനെ രാജ്യങ്ങളുണ്ടായി, ഇവിടെ എങ്ങനെ സാമ്രാജ്യങ്ങളുണ്ടായി, ഇവിടെ എങ്ങനെ ജനാധിപത്യം വന്നു, ഇനി ഇതൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ, ഈ യുഗാവസാനം എങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു 2000 ആണ്ടുകൾക്കപ്പുറത്ത് പാലസ്തീനിൽ വിസ്തരിക്കപ്പെടുമ്പോൾ പീലാത്തോസ് ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അഥവാ നാം അറിയുന്ന പോലെ ഗവർണർ പീലാത്തോസ് ഒരു ചോദ്യം ചോദിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ, നീ രാജാവ് തന്നെയോ തച്ചനെന്ന് ആക്ഷേപിച്ചുകൊണ്ട്, ഇതാ കുറ്റവാളി എന്ന് ആരോപിച്ചുകൊണ്ട് ഇതാ നിൽക്കുകയാണ് റോമൻ ഗവർണറുടെ മുമ്പിൽ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനാണ് ചോദ്യം, നീ രാജാവ് തന്നെയോ? ഇവർ പറയുന്നു നീ രാജാവെന്ന്. അപ്പോൾ യേശുക്രിസ്തു പറയാൻ, ഞാൻ രാജാവ് തന്നെ, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു, സത്യത്തിൽപ്പെന്ന് വചനം കേൾക്കുന്നു എന്നാണ് പറഞ്ഞത്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഈ ചോദ്യങ്ങൾക്കെല്ലാം സത്യമായി ഉത്തരം പറയുവാൻ, സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ സത്യസ്വരൂപനായിരിക്കുന്ന ഒരു ഈശ്വര മനുഷ്യാവതാരമുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഉത്തരം പറയുവാൻ ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. മറ്റെന്തിനെ കുറിച്ചും പഠിച്ചു മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയും പ്രിയരെ. എന്നാൽ നമുക്ക് ഇന്നിനെ കുറിച്ചെല്ലാം പഠിക്കാം, മനുഷ്യനെ കുറിച്ച് പഠിക്കാം, മണ്ണിനെ കുറിച്ച് പഠിക്കാം, കാലങ്ങളെ കുറിച്ച് പഠിക്കാം. കാലാതീതനായ ദൈവത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് കരുണാമയനായ ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ചു വരണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തരം സർവവും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്ന് വചനം ശരീരമായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്നുവരെങ്കിലും ലോകത്തെമ്പാടും തിരുവെഴുത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദീപസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലത്ത് എഴുതി ചേർത്താണ് ബൈബിൾ എന്ന് വരികിലും, ആദിയോടന്തം നിങ്ങൾ പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയാൽ എഴുതിയതുപോലെ തമ്മിൽ ഇന്ന് വരെ ഇണക്കപ്പെട്ടിരിക്കുന്ന ഏക പുസ്തകമാണ് ബൈബിൾ. എന്താണ് കാരണമെന്ന് ചോദിച്ചത് ആലോചിച്ചെഴുതിയതല്ല. മറ്റ് മതഗ്രന്ഥങ്ങളെ പോലെ യജ്ഞകുണ്ടത്തിൽ നിന്ന് കയറി വന്നോ, മനസ്സാണ് സമുദ്രം കടച്ചെടുത്തു വന്നോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആയത്തുകളായി ഇറക്കി കിട്ടിയെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ തിരുവാമൊഴിഞ്ഞ തിരുവചസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെ ദൈവം തന്നെ തിരുവാമൊഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ദൈവം എപ്പോൾ എവിടെ വെച്ചാണ് സംസാരിച്ചത്? ന്യായമായൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ദൈവഗ്രന്ഥമായി ബൈബിൾ പറയുന്നുണ്ട് പ്രിയരെ. അതുകൊണ്ടാണ് ഈ ദൈവം ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് യേശുക്രിസ്തുവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം അതാത് കാലഘട്ടങ്ങളിൽ താൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിലേക്ക് വരികയും അങ്ങനെ കാലഘട്ടങ്ങളിലൂടെ ദൈവം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു എന്ന് ചോദിക്കാം.
അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം പണ്ട് പഴയ നിയമം ഈ അഥവാ ഈ പുത്രൻ മുഖാന്തരം അഥവാ നമ്മോട് മാനവരാശിയോട് അരുളി ചെയ്തിരിക്കുന്നതാണ് പുതിയ നിയമം. അതുകൊണ്ടാണ് കാലങ്ങൾ കൊണ്ട് പണ്ട് ആദാമിനോട് ദൈവം സംസാരിച്ചു, അതുപോലെ നോഹയോട് സംസാരിച്ചു, അബ്രാഹാമിനോട് സംസാരിച്ചു, കാലങ്ങൾ കൊണ്ട് പ്രവാചകന്മാർ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അതെങ്ങനെയാണ് സംസാരിച്ചത്? അങ്ങനെയെങ്കിലും മനുഷ്യരോടല്ലേ സംസാരിച്ചത്? അതുകൊണ്ട് മാനുഷിക മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും ഈ ബൈബിളിൽ കടന്നുകൂടാൻ സാധ്യതയില്ലേ? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ 2-ാമത്തെ പുസ്തകമായി പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കണം. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മോശേ ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കുമെന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഉച്ചഭാഷണിലൂടെ പ്രസംഗിക്കുമ്പോൾ എന്റെ ശബ്ദത്തെ ഉച്ചത്തിൽ കേൾപ്പിക്കുന്ന പോലെ ദൈവം മനുഷ്യനെ മാധ്യമമായി ഉപയോഗിച്ച് ദൈവം സംസാരിച്ചു. അതുകൊണ്ടാണ് പഴയ നിയമം പരിശോധിച്ചാൽ 2700 പ്രാവശ്യം യഹോവ കൽപ്പിക്കുന്നുവെന്നാണ് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ തിരുവെടുത്ത് തിരുവാമൊഴിഞ്ഞ് തിരുവചസ്സുകൾ, ഈ തിരുവചസ്സുകൾ എല്ലാം ഒരിടത്തിൽ നിന്ന് ഒരു വ്യക്തി എഴുതിയതുപോലെ എന്തുകൊണ്ട് ഇണയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ആലോചിച്ചെഴുതിയതല്ല പ്രിയരെ. എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദാം മുതൽ നോഹ വരെ 10 തലമുറയല്ലേ? നോഹയും ആദാമും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, ആലോചിച്ചെഴുതാൻ കഴിയുകയില്ല. അതുപോലെ നോഹ മുതൽ അബ്രാഹാം വരെ 10 തലമുറകളുടെ വ്യത്യാസമുണ്ട്, ആലോചിച്ചെഴുതുക അസാധ്യമാണ്. അതുപോലെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളുടെ വ്യത്യാസമുണ്ട്. ദാവീദും ഈ അബ്രാഹാമും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് പോലുമില്ല. ദാവീദ് മുതൽ ബാബേൽ പ്രവാസ കാലഘട്ടം അഥവാ ദാനിയേലിന്റെ കാലഘട്ടം വരെ 14 തലമുറകളുടെ വ്യത്യാസമുണ്ട്. അവിടെയും ആലോചിച്ചെഴുതാൻ സാധ്യമാണ്. ദാനിയേലിന്റെ കാലഘട്ടം മുതൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വരെ 14 തലമുറകളുടെ വ്യത്യാസമുണ്ട്. അവർ ദാനിയേലും ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പത്രോസ് പൗലോസൊന്നും അവർ പരസ്പരം കണ്ടിട്ടില്ല പ്രിയരെ. ഇങ്ങനെ സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യമാണ്. ആ ദൈർഘ്യത്തിൽ ഒരു വ്യക്തി ഒരു സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയിൽ എഴുതിയതുപോലെ തമ്മിൽ ഇണക്കപ്പെടുവാനുള്ള കാരണം, അതിന് കാരണം പറഞ്ഞിരിക്കുന്ന ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൽ തീമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യം പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ സംസാരിച്ച് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിവരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമെന്ന് പ്രപഞ്ചത്തിൽ അവകാശപ്പെടുന്ന ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ അതാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമായിരിക്കുന്ന സത്യഗ്രന്ഥമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ലോകത്തിന്ന് വരെ ദൈവം തന്റെ പുസ്തകം എന്ന് അവകാശപ്പെട്ടൊരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ്. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം. BC 700 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. 34-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ കൂട്ടിവരുത്തിയത്. ദൈവത്തിന്റെ സംസാരിച്ച് ദൈവത്തിന്റെ വചസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂട്ടിവരുത്തി ദൈവം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം രചിച്ചത്? അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സുവിശേഷം അഥവാ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തിനും പ്രകാരമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ തിരുവെഴുത്തിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ തിരുവെഴുത്തിലൂടെയും യേശുക്രിസ്തു വ്യക്തിപ്രഭാവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിലെ 66 പുസ്തകത്തിൽ 1-ാം പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അത് സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവല്ലേ. പുറപ്പാട് പുസ്തകം കുഞ്ഞാട് യേശുക്രിസ്തുവല്ലേ. ലേവ്യ പുസ്തകം പാപപരിഹാരയാൻ ക്രിസ്തുവല്ലേ. സംഖ്യാ പുസ്തകം അടിക്കപ്പെട്ട ക്രിസ്തുവല്ലേ. ആവർത്തന പുസ്തകം മോശയെ പോലെ പ്രവാചകൻ യേശുക്രിസ്തുവല്ലേ. യോശുവയുടെ പുസ്തകം ദൈവത്തിന്റെ സൈന്യാധിപൻ ക്രിസ്തുവല്ലേ. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ നീതി നടന്ന ന്യായാധിപൻ യേശുക്രിസ്തുവല്ലേ. രൂത്തിന്റെ പുസ്തകം വായിച്ചാൽ
വീണ്ടെടുപ്പ് ബന്ധു യേശു ക്രിസ്തുവല്ലേ. രാജാക്കന്മാരെ 6 പുസ്തകങ്ങൾ വായിച്ചാൽ വാഗ്ദത്ത രാജാവ് യേശു ക്രിസ്തുവല്ലേ. എസ്രായുടെ പുസ്തകം വായിച്ചാൽ ആലയം പണിയുന്ന ക്രിസ്തു. നഹമ്യാവിന്റെ പുസ്തകം വായിച്ചാൽ രാജ്യത്തിന് വീണ്ടെടുപ്പുകാരൻ ക്രിസ്തു. എസ്തേറിന്റെ പുസ്തകം വായിച്ചാൽ മധ്യസ്ഥനായ ക്രിസ്തു. ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ രക്ഷകനായ ക്രിസ്തു. സങ്കീർത്തനങ്ങളിൽ സർവവല്ലഭനായ ക്രിസ്തു. സദൃശ്യവാക്യങ്ങളിൽ നമ്മുടെ മാതൃകയായ ക്രിസ്തു. ഉത്തമഗീതത്തിൽ നമ്മുടെ സംതൃപ്തിയായ ക്രിസ്തു. 17 പ്രവചന പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. സുവിശേഷങ്ങൾ 4 വായിച്ചാൽ ഒന്നാമത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ രാജാവായ മശിഹാ രാജാവായ ക്രിസ്തു. അവിടെ കൊണ്ട് തീർന്നില്ല. മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ ദാസനായ ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ മനുഷ്യപുത്രനായ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ ദൈവപുത്രനായ ക്രിസ്തു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം വായിച്ചാൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉയർത്തെഴുന്നേറ്റ മശിഹായായ ക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, 21 ഇടയലേഖനങ്ങൾ വായിച്ചാൽ നല്ല ഇടയനായ ക്രിസ്തു. അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ അത് വാഗ്ദത്ത രാജാവായിരിക്കുന്ന രാജാതിരാജാവും കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, പുസ്തക ചുരുളെന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഈ ലോകത്തിനോളം പൂർത്തീകരിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ടെങ്കിൽ ആ പുസ്തകമാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിന് വരച്ചു കാണിച്ചിരിക്കുന്ന സത്യഗ്രന്ഥമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ 73 പുസ്തകം ബൈബിളിൽ ഉണ്ടെന്ന് ഞങ്ങളെ പലരും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, AD 543 അഥവാ നമ്മുടെ അന്നത്തെ പോപ്പ് ഒരു 7 പുസ്തകം കൂട്ടിച്ചേർത്തു. ആ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇതുപോലെ യേശുക്രിസ്തു വ്യക്തിത്വമുണ്ടോ? ഇല്ലേ, ഇല്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടത് ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തെങ്കിലും 4ഓ 5ഓ പുസ്തകം കൂട്ടിച്ചേർത്തത് കൊണ്ട് ബൈബിൾ ആവുകയില്ല. സത്യഗ്രന്ഥമാകണമെങ്കിൽ അത് ക്രിസ്തു മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ സത്യഗ്രന്ഥം എന്നറിയപ്പെടുന്ന, മലയാളത്തിൽ സത്യവേദ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് 66 ഗ്രന്ഥ സമുച്ചയമായിരിക്കുന്ന ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇതുപോലെ പൂർത്തീകരിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ടോ? അതുകൊണ്ടാണ് എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാണ്. ആ ശാസ്ത്രീയമായ തിരുവെഴുത്ത് എന്തുകൊണ്ട് ഇവിടെ എഴുതി നമുക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 21-ാം വാക്യം പറയുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രവാചകന്മാർ വരികയും അവരിലൂടെ സംസാരിച്ച ഈ ദൈവത്തിന്റെ വചസ്സുകളുടെ ക്രോഡീകരണമാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിളിനെ കുറിച്ച്, ബൈബിളിന്റെ രചനയുടെ യഥാർത്ഥ വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത്, ഉത്തരവാദി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവല്ലേ. കാരണം നിങ്ങൾ വായിക്കണം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പ്രവചനത്തിന്റെ ആത്മാവോ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒഴുകി മുന്നേറുന്ന ഏക ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ആ ദൈവാത്മാവ് രചിക്കപ്പെട്ട ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ കുറിച്ച് പറയുകയാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്റെ വചനത്തോടൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവനെ ജീവന്റെ വൃക്ഷനെ ഫലം നീക്കിക്കളയും. ഇതിൽ എഴുതിയിരിക്കുന്ന സർവ്വവ്യാധിയും അവന് വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രമാത്രം പൂർത്തീകരിക്കപ്പെട്ട, ഇത്രമാത്രം കൃത്യമായ രീതിയിൽ ദൈവത്തിന്റെ വചനം എന്ന ലോകത്ത് ആകാശഭൂമികൾ മാറിയാലും മാറ്റമില്ലാത്ത വചനപ്രകാരമാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ ഇവിടെ അനവധി മതങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയൊരു മതത്തെ ഉരുവാക്കുവാൻ അല്ല യേശു ക്രിസ്തു വന്നത്. പിന്നെയോ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു വരുന്ന ക്രിസ്തു. അല്ലയോ ക്രിസ്തു അങ്ങെന്തിന് ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ, തിരുവെടുത്ത് പറയുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. എന്താണ് മനുഷ്യൻ? ദൈവസാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഏതൻ പർദീസയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ, അവനെ വഞ്ചിച്ച് അഥവാ പാപം ചെയ്യിച്ചു. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. റോമാലേഖനം 5:12 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ സമസ്ത മനുഷ്യരും പാപികളായിരിക്കുന്നു. അതുകൊണ്ടാണ് നീതിസാരം പോലും പറയുന്നത്, പാപിയല്ലാതിൽ ഒരു നരനും ഭൂതലേ ഗോപശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ.
ഒരു ശിശു കോപിക്കുന്നതിന് കാരണം അവന് പാപമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്, ആവശ്യം അനുഭവക്തവ്യം ഹൃദം കർമ്മം ശുഭ അശുഭം നഭുക്തം ക്ഷേതേ കർമ്മകൽപ്പകൂടി സദൈരവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കർമാദികൾക്കനുസരിച്ച് പുണ്യപാപങ്ങൾക്കനുസരിച്ച് ആ മരണശേഷം അഥവാ അത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ബൈബിളും പറയുന്നത്. ബൈബിള് പറയുന്നത് നീതിമാൻ ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3:10, റോമാലേഖനം 3:23 പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തില്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3:19 പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവസന്നിധിയിൽ പാപത്താൽ പിടിക്കപ്പെട്ട് ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുന്നു. റോമാലേഖനം 6:23 പറയുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. ആ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ അഥവാ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യന്യായവിധിയെ കുറിച്ചാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ ആകാശവും ഓടിപ്പോയി. മരിച്ചവർ ആഭാരവൃത്തം ആ സിംഹാസനം നിൽക്കുന്നു കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം ഒരു പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാതെ മരിച്ചു പോകുന്നുവോ അവനെയെല്ലാം ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒരേ ഒരു സൂര്യന് കീഴിൽ ഒരേ ഒരു ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യന്റെ മക്കളാണ് പ്രപഞ്ചത്തിലുള്ള സമസ്ത മനുഷ്യരും. അതുകൊണ്ടാണ് സമസ്ത മനുഷ്യരും പാപികൾ. സമസ്ത മനുഷ്യരും ഒരുപോലെ നരകത്തിലേക്ക്, ആ നരകാഗ്നിയിലേക്ക് അഥവാ അന്ത്യന്യായവിധിയുടെ പോകേണ്ടി വരും. അതിഭീകരമായിരിക്കുന്ന ആ കെടാത്ത തീയും ചാകാത്ത പുഴുമായ നിത്യ നരകത്തിന് രക്ഷിപ്പാൻ മനുഷ്യർക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് സ്വയം മുക്തി നേടുവാൻ നമ്മുടെ ഭാര്യ മകശ്വരന്മാർ തന്നെ ശ്രമിച്ചില്ലേ പ്രിയരെ? വിശ്വാമിത്ര പരാശര മഹർഷിമാർ പച്ചലയും പച്ചവെള്ളവും കഴിച്ചല്ലേ തപസ് ചെയ്തത്? വിശ്വാമിത്രൻ മേനകയുടെ മുമ്പിൽ വീണുപോയതുകൊണ്ടല്ലേ ശകുന്തളയുണ്ടായത്? പണ്ട് പാലരുവി നടുവിൽ പൗർണമി രാവിൽ ഒരു മത്സ്യകന്യകയിൽ ഒരു മുക്കുവത്തി പണിയിൽ ജനിച്ച മകനല്ലേ വേദവ്യാസൻ. അതുകൊണ്ടാണ് കാമക്രോധമോങ്ങളിൽ കുട്ടി ജനിച്ചിരിക്കൊണ്ട് പാപോകം പാപകർമ്മോകം പാപസംഭവം പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യന് ഒരിക്കലും സ്വയം മുക്തി നേടുവാൻ കഴിയില്ലെന്ന് നമ്മുടെ മഹർഷിവരന്മാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കേ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇങ്ങനെയായ ഈ നരകത്തിന് രക്ഷിപ്പാൻ ആർക്ക് കഴിയും? അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു. വിശുദ്ധ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയായാൽ ഈ നരക ശിക്ഷയിൽ നിന്ന് മനുഷ്യ രക്ഷിപ്പാൻ ആർക്ക് കഴിയുമെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ അറിയില്ല. 1000 വർഷം കൂടി കഴിഞ്ഞു. മനുഷ്യൻ മരിച്ചാൽ അവർ വീണ്ടെടുപ്പ് കൊടുപ്പാൻ ആർക്ക് കഴിയുമെന്നാണ് സങ്കീർത്തനം 49-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ ചോദിക്കുന്നത്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, യേശുക്രിസ്തു മറുപടി പറയുകയാണ്, ഇത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ദൈവത്തോടുകൂടി ദൈവമായിരുന്നവൻ ഫിലിപ്പിലെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ സെന്റ് പോളിലൂടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവൻ ദൈവരൂപത്തിലിരിക്കെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് 3 ആളത്വങ്ങളിൽ ഏകത്വമായിരിക്കുന്ന ഏകാത്മ സത്തയായിരിക്കുന്ന അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന അത്യന്ത ശക്തിയായിരിക്കുന്ന സഹാബുകളും മൂപ്പന്മാരും അനവരതം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപകൽ ആരാധ്യനായിരിക്കുന്ന മഹാദൈവത്തിന്റെ മടിത്തലം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് മഹീതരത്തിന് മറിയത്തിന്റെ മകനായി മണ്ണിൽ അവതരിക്കണം. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പിശാചിന്റെ അധികാരത്തിൽ നിന്നും പാപത്തിന്റെ ഭയാനകമായിരിക്കും നരക ശിക്ഷയിൽ നിന്നും മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തോട് ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുവാൻ അവന് തിരുമനസ്സായപ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പുരുഷാന്തരങ്ങൾക്കപ്പുറത്ത് 1-ാം പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ എഴുതി വെച്ചത് പ്രകാരമാണ് സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് ദൈവം അവതരിക്കും. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ആ ഹവ്വായിലൂടെയാണ് പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് ദൈവം ഒരു കാര്യത്തിന് പരിഹാരം വരുത്തുമ്പോൾ പൂർണ്ണമായ പരിഹാരമാണ് വരുത്തുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതിയായി തന്നെ വരും. സ്ത്രീയുടെ സന്തതിയായി വരുമെന്ന് പറയുമ്പോൾ വീണ്ടും പറയുകയാണ്, കന്യഗർഭിണിയായ മകനെ പ്രസവിക്കും. യെശയ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്,
കന്യേ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അസംഭവ്യമായിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് ദൈവത്തിന്റെ തിരുവെഴുത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇത് അതുകൊണ്ടാണ് മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ ചെന്ന് ദൂതറിയിക്കുകയാണ്, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. മറിയ ആശ്ചര്യഭരിതയായി ചോദിച്ചു, ഇതെന്തോ ഒരു വന്ദനം. കാരണം ഞാൻ ഇന്നുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ജോസഫിന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായി മറിയ, ആ മറിയോട് പറയാണ്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, അഥവാ യേശു എന്ന് പേരിടണം. അവൻ അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനം അവൻ കൊടുക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ മറിയ ആശ്ചര്യഭരിതയാവാൻ കാരണം, ഞാൻ ഇന്നോളം പുരുഷനെ അറിഞ്ഞിട്ടില്ല. അണ്ടവും ബീജവും കൂടി ചേരാതെ, പുരുഷനെ അറിയാതെ, സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ദൂതൻ വീണ്ടും പറയാണ്, ദൈവത്തിന്റെ കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്വം എന്ന് വിളിക്കപ്പെടും. പിതാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ പാപിയായ മറിയയിൽ നിന്ന് പരിശുദ്ധനായ ദൈവം ജനിക്കുമോ? ന്യായമായൊരു ചോദ്യമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിൽ അശുദ്ധ വിശുദ്ധരുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമലോത്ഭവ എന്നൊക്കെ ഇവിടെ മതങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിലും മറിയ പാപിയാണെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്തെന്ന് ചോദിച്ചാൽ മറിയ ദാവീദ് ഗോത്രത്തിലല്ലേ ജനിച്ചത്? അങ്ങനെയെങ്കിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ്. ദാവീദ് ജനിച്ചത് പാപത്തിലാണെങ്കിൽ മറിയയും ജനിച്ചിരിക്കുന്ന പാപത്തിലാണ്. അങ്ങനെ പാപിയായ മറിയയിൽ നിന്നും പരിശുദ്ധനായ ക്രിസ്തുവിന് എങ്ങനെ ജനിക്കാൻ കഴിയും? ഞങ്ങളുടെ സാധാരണ യുക്തിവാദികൾ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പേടിച്ചു പഠിക്കേണ്ട കാര്യമല്ല ബൈബിളിലെ ദൈവത്തിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്വം എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ നീ എനിക്കൊരു ശരീരം ഒരുക്കി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറ്റില്ല. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെയാണ് മറിയയുടെ ഗർഭത്തിൽ ഉരുവായതെന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നിങ്ങൾ BC 600 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കണം. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മറിയ ദൂത് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മറിയ ഇപ്പോൾ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ പാവിയായിരിക്കുന്ന മറിയയ്ക്ക് എങ്ങനെ ഒരു നീതീകരണം ലഭിച്ചു എന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു യഹൂദ വനിത അവിഹിത ഗർഭം ധരിച്ചാൽ, പ്രത്യേകിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു കന്യക അവിഹിത ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന് തന്റെ ഉദരം ഒരുക്കി കൊടുക്കുമ്പോൾ മറിയ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തന്റെ ജീവിതത്തെ തന്നെ ദൈവത്തിന് സുഗ്രാവ്യമായിരിക്കുന്ന ഒരു യാഗമായി സമർപ്പിച്ചപ്പോൾ ആ മറിയ ദൈവത്തിന്റെ നീതീകരണത്തിലൂടെ അഥവാ വിശുദ്ധയായി മാറ്റപ്പെടുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം വായിക്കുമ്പോൾ മറിയ പാടുകയാണ്, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവിൽ ഉല്ലസിക്കുന്നു, എന്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവരുടെ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ മറിയയ്ക്ക് പോലും സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഈ കർത്താവിന്റെ ദാസി, എന്റെ ഉള്ളം എന്റെ ആത്മാവിൽ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും അരിച്ചിരുന്ന നാഥൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയരെ, മറിയയ്ക്ക് പോലും സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് മാനവരാശിയുടെ മോക്ഷപ്രാപ്തി, പാപത്തിന്റെ പരിഹാരം വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന
ആദരണീയായിരിക്കുന്ന മറിയയ്ക്ക് പോലും സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരേ ഒരു രക്ഷിതാവ് ആകാശത്തിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമം, രക്ഷയ്ക്കായി യേശുവിന്റെ നാമം മാത്രമാണ്. അല്ലാതെ സകരക്ഷക എന്നൊന്നും ഒരിക്കലും മറിയ ഒരു സ്ഥലത്തും അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പണം ഉണ്ടാക്കുവാൻ വേണ്ടി മതങ്ങൾ ഒരിക്കൽ ഉരുത്തിരിച്ചെടുത്തതാണ് പ്രിയരെ. എന്നാൽ ഇവിടെ അങ്ങനെ മറിയ പ്രാർത്ഥിക്കുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ദൈവത്തിന് അത് യാഗമായി സമർപ്പിപ്പീൻ. ഒരു വിശുദ്ധനെ കുറിച്ച്, ക്രിസ്ത്യാനിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം, ആ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കണം. അങ്ങനെ കന്യകയായ മറിയ തനിക്ക് വരാൻ പോകുന്ന മരണത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് താൻ സ്വയം സമർപ്പിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൽ വചനം ശരീരമായി തീർന്നു. അങ്ങനെയെങ്കിൽ ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ മറിയയ്ക്ക് എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മം എന്ന് ചോദിച്ചാൽ അവിടെ പറയാണ് സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുമെന്നാണ്. പരിപാലനം മാത്രമാണ്. അതുകൊണ്ടാണ് അണ്ഡവും ബീജവും കൂടി ചേരാത്തിടത്തോളം കാലം ഒരിക്കലും മറിയയുടെ പാപം ക്രിസ്തുവിലേക്ക് സാധിക്കുക അഥവാ അത് ക്രിസ്തുവിനെ ബാധിക്കുക അസാധ്യമാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ എബ്രായനായി 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ പരീക്ഷ പണ്ഡിതനായിരിക്കുന്ന തർസോസുകാരൻ ശൗൽ എന്ന ക്രിസ്തുവിന്റെ പിൻകാല ശിക്ഷയിൽ എഴുതി വെച്ചു. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, കാലത്തികവിൽ കന്യകയുടെ മകനായി അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമയിൽ പല നടന്മാരും അഭിനയിക്കുന്നുണ്ട്. ആ അഭിനയിക്കാൻ ഒരു ഒറിജിനൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുള്ളൂ. എന്നതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു വരുന്ന മഹാദൈവമായിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന് അഥവാ ഗർഭത്തിൽ മറിയ ഈ ശിശുവിനെ പരിപാലിക്കുക, അതിനാവശ്യമായ 9 മാസവും 9 നാഴികയും 9 വിനാഴികയും ആ ഗർഭപാത്രത്തിൽ സംരക്ഷിക്കുക. അതിനാവശ്യമായിരിക്കുന്ന അഥവാ അന്നജങ്ങളും ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ആ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ആ ശിശു സ്വീകരിക്കുക എന്നല്ലാതെ ഞാനെന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ 66 ഗ്രന്ഥ സമുച്ചയമായി ബൈബിൾ വായിച്ചാൽ അഥവാ ഇന്ന് 73 അവകാശപ്പെടുന്ന ബൈബിൾ വായിച്ചാലും എവിടെയെങ്കിലും മറിയെ ദൈവം കർത്താവായ യേശു ക്രിസ്തു അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മറിയെ സൃഷ്ടിച്ച ദൈവമാണ് അവളുടെ ഉള്ളത്തിൽ ഉരുവായ കർത്താവായ യേശു ക്രിസ്തു. ഇത് ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരമാണ് ഗബ്രിയേൽ ദൂതൻ ലോകത്തോട് ദൂത് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ ഇത് ആട്ടിടയന്മാരോട് അറിയിക്കുകയാണ്, സർവ്വജനത്തിൽ ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. സർവ്വജനത്തിൽ ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സമസ്ത ജനതയും ഒരുപോലെ പാപം ചെയ്ത് പാതാളത്തിനാടായി നരകത്തിലേക്ക് പോകുന്ന അലിയോ മനുഷ്യരെ ആ മാനവരാശിയെ രക്ഷിപ്പാനായി ഇതാ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. കർത്താവ് എന്ന പദം അഥവാ എബ്രായ ഭാഷയിൽ യഹോവ എന്ന പദം അത്യന്തം പവിത്രമാകൊണ്ട് അതിന് പകരം യഹൂദന്മാർ ഉപയോഗിച്ചൊരു പദമാണ് അഡോണായ്. അഡോണായ് എന്ന പദം എബ്രായ ഭാഷയിലുള്ള ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ കൂറിയോസ് എന്നായി. കൂറിയോസ് എന്ന പദം മലയാളത്തിലേക്ക് ബെഞ്ചമിൻ ബെയ്ലി അഥവാ വിവർത്തനം ചെയ്തപ്പോൾ കർത്താവ് എന്നായി. അതുകൊണ്ടാണ് 110-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തിൽ കർത്താവിന്റെ കർത്താവിനോടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവായിരിക്കുന്ന ദൈവം, ആ കർത്താവായിരിക്കുന്നവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടെ ശിശു ജനിച്ചു വീണപ്പോൾ പറയുകയാണ്, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങൾ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഇവനൊരു മതം സ്ഥാപിക്കുവാൻ ജനിച്ചതല്ല, ഇവൻ മഹാദൈവത്തിന്റെ മടിത്തലം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് മഹീതലത്തിന് മറിയത്തിന്റെ മകനായി ജനിച്ചിരിക്കുന്നത്. മാനവ ത്രാണനാർത്ഥം മരക്കുരിശിൽ മരിച്ച് മാനവർക്ക് മോക്ഷം കൊടുക്കുവാനാണ് പ്രിയരെ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തിരുവവതാരം ചെയ്തു വന്ന് പാപമില്ലാത്തവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, തിരുവവതാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. അവൻ ഈ ഭൂമിയിൽ ഒരു ശിശുവായി ജനിച്ച് ബാലനായി വളർന്ന് ഒരു തച്ചനായി തച്ച വേല ചെയ്ത് ജീവിച്ച് 33 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചില്ലേ?
അവന്റെ പഠിപ്പീര് പോലെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു ഗുരുവരനും അതുപോലൊരു പഠിപ്പിച്ചിട്ടില്ല. പ്രിയരെ, ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ് ഗുരു? ഗുരു എന്ന് പറഞ്ഞ കുഹാരം ഇരുട്ടും ഗുഹാരം പ്രകാശവുമല്ലേ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാരോ അവനാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരു ഗീത പോലും പറയുന്നത്, ഗുരു രാധിനാദിച്ഛ ഗുരു പരമദൈവതാം ഗുരു സൃഷ്ടി നിഗ്രഹാത്മകം ഹൃദം പഞ്ചവികസാശ്വതം ഉപാസിതേതം ഗുരു ഭജേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരു ഗുരുവായിരിക്കണമെങ്കിൽ ഒന്നവൻ ആദിയും അന്തവുമില്ലാത്ത നിത്യനായിരിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് മീഖ 5:2 പറയാണ്, അവന്റെ ജന്മം പണ്ടേ ഉള്ളതും പുരാതനമായും തന്നെ 2000 ആണ്ടുകൾ കൊണ്ടുണ്ടായ ഒരു ദൈവമല്ല ക്രിസ്തു. അവൻ കാലങ്ങൾക്കപ്പുറത്ത് നിത്യതയിൽ തന്നെ ദൈവത്തോട് ദൈവമായിരുന്നവരാണ്. അതുകൊണ്ടാണ് നിത്യനായിരിക്കണം ഗുരു. ഗുരുവായിരുന്നാൽ ഗുരു സൃഷ്ടി സ്ഥിതി സംഹാര നിഗ്രഹ അനുഗ്രഹ പാലനം 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. സൃഷ്ടാവായിരിക്കണം, അനുഗ്രഹമായിരിക്കണം, സൃഷ്ടി സ്ഥിതി എല്ലാത്തിനെയും പരിപാലിക്കുന്നവനായിരിക്കണം, അതുപോലെ പാപത്തെ സംഹരിക്കാൻ കഴിയുന്നവനായിരിക്കണം, അതുപോലെ മനുഷ്യനെ അനുഗ്രഹിക്കാൻ കഴിയുന്നവനായിരിക്കണം. ഇങ്ങനെ 5 ഗുണങ്ങളോട് കൂടിയ ഒരു ഗുരുവരൻ ഇന്നുവരെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ എന്നാണ് ഗുരുഗീതയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കിഴക്കിന്റെ വിദ്വാൻമാർ അന്വേഷിച്ചെത്തി. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ? എവിടെ? അവർ അവന്റെ നക്ഷത്രം വാനമേഖലയിൽ കണ്ടു, അന്വേഷിച്ചെത്തി. അവർ ആ ശിശുവിനെ കണ്ട് പൊന്ന് മൂര് കുന്തിരിക്കൻ കാഴ്ചവെച്ച് രാജോചിതമായി അനുഗ്രഹിച്ചില്ലേ പ്രിയരെ? അവനെ ആരാധിച്ചില്ലേ? എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഒരു മഹാരാജാതിരാജാവായി ദൈവം മനുഷ്യനായി അവതരിച്ചു വന്ന രാജാവായി അവനെ ആരാധിക്കുകയാണ് ചെയ്ത് കിഴക്കിന്റെ വിദ്വാൻമാർ. എന്നെ ശ്രദ്ധിക്കാൻ സ്നേഹിത, ഈ ഗുരു പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുപ്പി. ഇന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നത് ശത്രുവിനെ, അഥവാ ഞാൻ പഠിച്ചിരിക്കുന്ന മതങ്ങളിലൂടെ മതഗ്രന്ഥങ്ങൾ പറയുന്നത് 114 സൂറത്ത് വിധമായി ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ 9-ാം സൂറത്ത് 5 മുതൽ ആയത്തുകൾ വായിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റു മതത്തിൽപ്പെട്ട വിവിധ വിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് അവന്റെ അഥവാ പതിയിരുന്ന് പിടിക്കണം, അവന്റെ കൈകാലുകൾ ഛേദിക്കണം, അതുപോലെ തന്നെ കൊല്ലുവാനല്ലേ അഥവാ അത് പഠിപ്പിക്കുന്നത് അന്യമതസ്ഥനെ. എന്നാൽ ക്രിസ്തു അതല്ല പഠിപ്പിച്ചത്. നിന്റെ ശത്രു വിശന്നാൽ തിന്മാൻ കൊടുപ്പീൻ, അവന് ദാഹിച്ചാൽ കുടിക്കാൻ കൊടുപ്പീൻ, അവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവനെ അനുഗ്രഹിപ്പീൻ എന്നല്ലേ പ്രിയരെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നാം അറിയുന്ന പോലെ ഈ ഭാരതീയ ഗ്രന്ഥത്തിലെ ഭഗവത്ഗീതയിലെ നാം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ മഹാഭാരത യുദ്ധത്തിൽ ഇതാ അവിടെ പഠിപ്പിക്കുന്ന സാരോപദേശം എന്ന് പറഞ്ഞാൽ കർമ്മകാന്ഡം ഇതാകിയാൽ, ജ്ഞാനകാന്ഡം ഇതാകിയാൽ, യോഗകാന്ഡം ഇതാകിയാൽ, ഇടുക്കുകാന്ഡ്യവും അരിയൂ തറ ചൊരിയൂ ചോറായ എന്നല്ലേ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞ മനുഷ്യനെ സ്നേഹിക്കുക, സ്നേഹ സാമ്രാജ്യത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ അനുഗ്രഹിക്കുക, അവനെ തിന്മാൻ കൊടുക്കുക, ആ ശത്രുവെങ്കിലും അവന് വേണ്ടി അവന് കുടിപ്പാൻ കൊടുക്കുക. ഇത് പറയുക മാത്രമല്ല ചെയ്തത്, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഗുരുവരനുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുക. അടിച്ചാക്ഷേപിതനായി ആപാദയുടെ മുറിവുകളേറ്റ് ആ മുറിവിന്റെ മഹാവേദന അനുഭവിക്കുമ്പോഴും തന്നെ അടിച്ചവർക്ക് വേണ്ടി, തന്നെ തനിക്കെതിരെ ആക്രോശിച്ചവർക്ക് വേണ്ടി ഈ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതുപോലെ അധരം കൊണ്ടാണ് ഏറ്റത്, രുദ്രം കൊണ്ട് ആ മുദ്രയിട്ടൊരു ആചാര്യനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ മാത്രമേ ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ ജീവിതത്തിൽ സ്നേഹം എന്തെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ ഗുരുവരൻ. അതുകൊണ്ടാണ് മഹാസ്നേഹത്തിന്റെ മനുഷ്യാവതാരമായ ക്രിസ്തു അങ്ങെന്തിനാണ് ക്രൂശിൽ മരിച്ചതെന്ന് ചോദിച്ചാൽ, ഭാവിയായ മനുഷ്യനൊന്നടങ്കം പാതാളത്തിനടായിപ്പോയി നിത്യനരകത്തിന്റെ അഗാധ തലത്തിലേക്ക് പോകുന്ന ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവനെ രക്ഷിക്കുവാനായി ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് പവിത്രനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ജന്മപാപമില്ലാത്ത കർമ്മപാപമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചില്ലേ 6 കോടതികൾ മാറി 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 വിസ്തരിച്ചപ്പോൾ അവസാനം പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ലോക ചരിത്രത്തിൽ നീതിമാന്റെ രക്തം എന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന
ഒരേ ഒരു രക്തത്തിന് ഉടമയുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവന്റെ വിസ്താരം നടന്നപ്പോൾ റോമയുടെ ഗവർണറുടെ ഭാര്യ പ്രഥമ വനിത ഒരു കത്ത് കൊടുത്തയച്ചില്ലേ, നിങ്ങൾ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നീതിമാൻ എന്നാണ് റോമൻ ഗവർണർ ഭാര്യ പോലും സാക്ഷീകരിച്ചത്. അവിടെ മുന്നിൽ തീർന്നില്ല പ്രിയരെ. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ദ്രവ്യാഗ്രഹിയായ യൂദാസ് ഇപ്രകാരം അവൻ പറയുകയാണ്, ഞാൻ അവനെ ഒറ്റി എന്നത് സത്യമാണ്, എന്നാൽ അവൻ കുറ്റമില്ലാത്ത രക്തത്തിന്റെ ഉടമയാണ്. ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് കുറ്റമില്ലാത്ത രക്തത്തിന്റെ ഉടമയായ ഒരേ ഒരുവൻ, അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനോടുകൂടെ ക്രൂശിലിതാ 2 കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും. ഇപ്പോൾ ഒരു കള്ളൻ വിളിച്ചു പറയുകയാണ്, നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, ഇനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ അരുതാത്ത ഒന്നും ചെയ്യാത്ത ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ മനുഷ്യാവതാരമുണ്ടെങ്കിൽ, ഏത് ശത്രുക്കൾ വിസ്തരിച്ചാലും നീതിമാനം എഴുതിയ, നീതിമാനം പ്രഖ്യാപിച്ച, അരുതാത്തൊന്നും ചെയ്യാത്ത ഒരേ ഒരുവനുണ്ടെങ്കിൽ അവനാണ് അനശ്വര ഈശ്വര പുരുഷ വിശേഷമായിരിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവന്റെ മരണം കണ്ടുവന്ന് സദാധിപൻ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, ഞാൻ അനേകരുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വാസ്തവമായ ഒരു നീതിമാന്റെ മരണം മറ്റൊരു സദാധിപൻ വിളിച്ചു പറയുകയാണ്, ഇവൻ വാസ്തവമായി ദൈവപുത്രൻ. ഇവന്റെ മരണത്തെങ്കിൽ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കവിങ്ങി, അടിവരെയും കീറിപ്പോയ മഹാസംഭവം കണ്ടുകൊണ്ട് ആ റോമൻ സദാധിപൻ ജാതീയൻ വിളിച്ചു പറയുകയാണ്, ഇവൻ വാസ്തവമായി ദൈവപുത്രൻ തന്നെ. ദൈവപുത്രനായ ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ കാൽവരിയിൽ കിടന്ന് കരയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. അല്ലയോ സ്നേഹിത, എന്നെയും നിന്നെയും ദൈവം സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായിരിക്കുന്നതിന്റെ ഓമനപുത്രനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് അവനിലൂടെ ദൈവ സ്നേഹത്തെ ലോകത്തിന് പ്രദർശിപ്പിച്ചപ്പോൾ ആ പ്രിയപുത്രന്റെ അപേക്ഷ പോലും, അഥവാ ആ പ്രിയപുത്രൻ നമുക്ക് വേണ്ടി കരയുകയാണ്. നമ്മുടെ പകരക്കാരനായി പാപിയുടെ അതികഠോരമായിരിക്കുന്ന ശിക്ഷ അവന്റെ മേൽ പെയ്തിറങ്ങിയപ്പോൾ മാനവരാശിക്ക് ഒരിക്കലും താങ്ങുവാൻ കഴിയാത്ത ഭയാനകമായി നരകത്തിന്റെ യാതനകൾ, വേദനകൾ അവൻ കടന്നു പോകുമ്പോൾ അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്റെയും നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായി കരയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന്. ഞാനിത് ചോദിച്ചോട്ടെ, നിന്റെ ഏതൊരു അവതാര പുരുഷൻ, നിന്റെ ഏതൊരു അഥവാ ആരാധന മൂർത്തി, നിന്റെ ഏതൊരു പ്രവാചകൻ ഇങ്ങനെ നിനക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്? പ്രിയ സ്നേഹിത, ഇതാ നിന്നെ സ്നേഹിച്ച, നമ്മെ സ്നേഹിച്ച സ്നേഹസ്വരൂപൻ അവസാന നാളിൽ നമ്മുടെ ഖണ്ഡങ്ങളിൽ നിന്നും ആ ഭയാനകമായിരിക്കുന്ന നരകത്തിലേക്ക് പോകുമ്പോൾ വരേണ്ട അതേ ദീനരോധനം ദുരന്തങ്ങൾ പൊട്ടുമാറവൻ കരഞ്ഞില്ലേ പ്രിയരെ? ഈ കരച്ചിൽ കാണാതെ ആർക്കും കടന്നു പോകുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് കരഞ്ഞു. അവൻ പറഞ്ഞു, നിവൃത്തിയായി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മാനവരാശിയുടെ പാപം മുഴുവൻ തന്റെ മകനീയ ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ പാപത്തിന്റെ ഭയാനകമായ നരകത്തിന്റെ വേദനയിലൂടെ കടന്നുപോയി അവസാന മനുഷ്യന്റെ അവസാന പാപത്തിന്റെയും പരിഹാരം വരുത്തിക്കൊണ്ട് പറഞ്ഞു, നിവൃത്തിയായി. അല്ലയോ മാനവരാശിയെ, നിന്റെ പാപത്തിന്റെ മുഴു ശിക്ഷയും ഞാനിതാ ചുമന്നൊഴിച്ചിരിക്കുന്നു. അത് സ്വർഗം അംഗീകരിച്ചു. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കള തുറക്കപ്പെട്ടു, സൂര്യൻ ഇരുണ്ടുപോയി, ജെറുസലേം ദൈവാലയത്തിൽ ശീല മൂടുവഴിയിലേക്ക് കീറിപ്പോയി. പുതിയ നിയമം ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ഏതൊരു മനുഷ്യനും മോക്ഷം കൊടുക്കുന്ന പുതിയ നിയമം അവിടെ എഴുതി ചേർത്തു ദൈവം. അവിടെ കൊണ്ട് അവസാനിച്ചുവെങ്കിൽ ക്രിസ്തു കേവലം ഒരു രക്തസാക്ഷിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് രക്തസാക്ഷി മണ്ഡപങ്ങൾ അനവധി ധീരന്മാർക്ക് പണിതിട്ടുണ്ട് നമ്മുടെ ലോകത്ത്. എന്നാൽ യേശു ക്രിസ്തുവിന് ഇന്ന് വരെ രക്തസാക്ഷി മണ്ഡപമില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ അഥവാ കുരിശുണ്ടാക്കി പോലും ശിഷ്യന്മാർ ആരാധിച്ചിരുന്നില്ല. എന്താണ് അതിന്റെ കാരണം? കുരിശ് ഒരു കൊലയായുധമാണ് പ്രിയരെ. ഫെനീക്കിയിൽ ആരംഭിച്ച് സിറിയാക്കാർ പ്രചരിപ്പിച്ച് അവസാനം റോമിലെത്തിയ ഒരു മാരകായുധമാണ് കുരിശ്. കുരിശിൽ യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തു ശേഷം AD 313 വരെ അഥവാ കുസ്തിനോസ് ചക്രവർത്തിയുടെ കാലഘട്ടം വരെ ക്രൂശീകരണം നടന്നിട്ടുണ്ട്. എന്നാൽ കുരിശ് എന്ന് പറയുന്നത് ഒരു ബലിപീഠമാണ്.
ആ ബലിപീഠത്തിനല്ല പ്രിയരെ പ്രത്യേകത, ബലിപീഠത്തിനല്ല ശ്രേഷ്ഠത, പിന്നെയോ ബലി വസ്തുവിനാണ്. അതുകൊണ്ടാണ് അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കുവാനായി മോറിയ മലയുടെ മുകളിലേക്ക് പോയി. അവിടെ ചെന്നു ആ മകനെ അഥവാ കൈകാലുകൾ ബന്ധിച്ച് യാഗപീഠത്തിൽ കയറ്റിക്കിടത്തി. ദൈവം ഇടപെട്ടില്ല. എന്നാൽ അബ്രഹാം തന്റെ കത്തിയെടുത്ത് യാഗാർപ്പണത്തിനായി തന്റെ മകനെ യാഗം കൊടുക്കുവാനായി കത്തി ഉയർത്തിയപ്പോൾ ഇപ്രകാരം യഹോവ അരുളി ചെയ്തു, അബ്രഹാമേ, അബ്രഹാമേ, കുഞ്ഞിന്റെ മേൽ കൈ വെക്കരുത്, കാരണം കുഞ്ഞിനാണ് വില. അതുകൊണ്ടാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ മശിഹായെ പ്രഘോഷിക്കുന്നു. കേവലം ക്രൂശിൽ മരിച്ചവശ അടങ്ങിയവരല്ല, അവൻ മരിച്ചവരിന്ന് മൂന്നാം നാൾ ഉത്തുംഗ പ്രതാപവാനായി ഉയർത്തെഴുന്നേറ്റ മശിഹ. അതുകൊണ്ട് അവന് രക്തസാക്ഷി മണ്ഡപമില്ല, അവൻ രക്തസാക്ഷിയുമല്ല, മരണത്തെ ജയിച്ച് മഹിമാധരനായിരിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ പോലെ മരണത്തെ വെല്ലുവിളിച്ച ആരുണ്ട് പ്രിയരെ? ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് ഇന്ന് വരെ മരണത്തെ വെല്ലുവിളിച്ചൊരു മഹിമാധരനുണ്ടെങ്കിൽ, ഒരു മഹാദൈവത്തിന്റെ മനുഷ്യാവതാരമുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശു ക്രിസ്തു. പറയുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അവിടെ കൊണ്ട് ചരിത്രം അവസാനിക്കുകയല്ല, അവിടെ കൊണ്ട് ആരംഭിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് അവസാനിച്ചില്ല. അവനെ അടക്കം ചെയ്യുവാൻ ക്രിസ്തുവിന്റെ രഹസ്യശിഷ്യന്മാരായ ജോസഫും നീക്കോദെമോസും കൂടി നേരെ പിലാത്തോസിന്റെ അടുക്കൽ ചെന്നു. പിലാത്തോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ ശരീരം അടക്കം ചെയ്യുവാൻ തരണം. അപ്പോൾ പിലാത്തോസ് പറഞ്ഞു, അവന് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയോ? അപ്പൊ റോമൻ പടയാളി ആ ക്രിസ്തുവിന്റെ വിലാപ്പൊട്ടു കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. സയൻസ് പരമായി പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശരീരമാണ് യേശു ക്രിസ്തുവിന്റെ ശരീരം. ഇതാ ജോസഫിനും നീക്കോദെമോസിനും അടക്കുവാൻ വിട്ടുകൊടുത്തു. അവർ ആ ക്രൂശിൽ നിന്നും ആ സകലിത ശരീരം, അടിച്ചു കീറിയ ശരീരം, ആ ക്രിസ്തുവിന്റെ ശരീരം, ആ മരിച്ച ശരീരം താഴേക്കിറക്കി. അഥവാ നീക്കോദെമോസ് കൊണ്ടുവന്ന 100 റാത്തിൽ ഇടിച്ചെടുത്ത സുഗന്ധക്കൂട്ട്, 100 അകിലും, അത് ഇടിച്ചെടുത്താൽ പശ പോലെ ഇരിക്കും. അത് സകലിത ശരീരത്തിൽ കീറിപ്പറഞ്ഞ ക്രിസ്തുവിന്റെ ശരീരത്തിൽ, ആ മരിച്ച ശരീരത്തിൽ അത് തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് യഹൂദ ശവമടക്ക് മര്യാദ പ്രകാരം ഒരു വെളുത്ത ലിനൻ തുണി കൊണ്ട് അത് ശരിക്കും അങ്ങനെ എംബാം ചെയ്തു. ചുറ്റി വരിഞ്ഞ ശേഷം ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ജോസഫിന്റെ കല്ലറയിൽ, ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു വാതിൽ മാത്രമുള്ള കല്ലറയിൽ, ആ കല്ലറയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത്. റെഫറൻസ് രേഖകൾ പരിശോധിച്ചാൽ 600 പൗണ്ട് തൂക്കം വരുന്ന ഒരു കൽക്കഥ ഉരുട്ടി വെച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല, റോമൻ പട്ടാളത്തെ കാവൽ നിർത്തി. അവിടെ കൊണ്ടും തീർന്നില്ല, റോമയിലെ മുദ്ര വെച്ചു. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ ബ്രഹ്മമുഹൂർത്തം പൊട്ടിവിടർന്നപ്പോൾ ഇതാ അവനെ അടക്കി വെച്ച ശീലയുടെ ബന്ധമറുത്ത് ശിലാ കവാടം ഭേദിച്ച് മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ഉത്തുംഗ പ്രതാപവാനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇതാ കല്ലറയ്ക്ക് പുറത്ത്. അവൻ തന്റെ ശിഷ്യന്മാർക്ക് സഖ്യവും മാളികളിൽ പ്രത്യക്ഷനായി. അപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യഭരിതനായി. അവർ നോക്കി, അവർ ഭൂതത്തെ നോക്കുന്നു. യേശു ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നെ ഭൂതത്തെ നോക്കുന്ന പോലെ നോക്കുന്നത്? ലൂക്കോസ് 24:36 താഴോട്ടുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നാണ് എന്നെ ഭൂതത്തെ നോക്കുന്നത്? എനിക്ക് എന്നെ തൊട്ടു നോക്കുവീൻ, എനിക്ക് അസ്ഥിയില്ലേ, എനിക്ക് മാംസമില്ലേ, കഴിക്കുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. തേൻ കെട്ടിയും ഇനിയും ഭക്ഷിച്ച് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ വന്ന ഒരേ ഒരു സത്യസ്വരൂപനായ സത്യദൈവമുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. സത്യം എന്ന പദത്തിന് സംസ്കൃത സംജ്ഞയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥകൽപ്പന എന്ന് പറയുന്നത് താനീഹവ ഏതാനി ധന്യാക്ഷീരാണി സതീയമതി തത്വമർത്യാമതെന്നാണ്. അർത്ഥ എന്ന് പറഞ്ഞാൽ അമർത്യതയും തത്ത എന്ന് പറഞ്ഞ മർത്യതയും യം രണ്ടും സമയം ചെയ്ത് ഒരുമിച്ച് വസിക്കുന്ന ഏകാസത്താവിശേഷത്തെ മാത്രമേ സത്യം എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന് ഭാരതീയ ഭാഷ്യം അഥവാ മഹാഭാരത ഭാഷ്യം തന്നെ എഴുതി വെച്ചിരിക്കെ. മർത്യ ശരീരത്തിൽ 33 വയസ്സിൽ ഭൂമിയിൽ ജീവിച്ച് ഇപ്പോൾ അമർത്യ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ആ ക്രിസ്തു പറയുക, തോമസ്, നീ എന്റെ അരികിലേക്ക് വരിക, നീ എന്റെ വിലാപ്പുറത്ത് വിരലിട്ട് നോക്കുക, നീ എന്റെ ആണിപ്പഴുത് പരിശോധിക്കുക. അവൻ ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞ തോമസ് പറയുകയാണ്, എന്റെ കർത്താവ്, എന്റെ ദൈവമായുള്ളവേ.
അവൻ അപ്പോഴൊന്നും പോയില്ല പ്രിയരെ. 40 നാൾ തന്നെ ആണിയടിച്ച അതേ പാദങ്ങളൂന്നി ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ, ആ തേജോമയമായ ശരീരത്തിൽ അഥവാ സഞ്ചരിച്ച ഒരേ ഒരു ദൈവത്തിന്റെ മനുഷ്യാവതാരം, ഒരേ ഒരു സത്യത്തിന്റെ മനുഷ്യാവതാരം ഉണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ അനുഗമിച്ച ശിഷ്യന്മാരെ ആണിത്തടമ്പുള്ള കൈകൾ ഉയർത്തി അവൻ അനുഗ്രഹിച്ചിട്ട് ആ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് നേരെ ജെറുസലേമിലെ ഒലിവുമലയിലേക്ക് ചെന്നിട്ട് ആ ഒലിവുമലയിൽ അവർ നോക്കി നിൽക്കാതെ തന്നെ ഈ സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി സ്വർഗത്തിലേക്ക് ഒരുവൻ പോയിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ജീവനുള്ള ഏക സത്യദൈവമായ ഏക കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധി അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ മടങ്ങി നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗത്തിന്റെ ആദ്യമേ പറഞ്ഞത്, അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കുന്നു കാണുമ്പോൾ വേനലെടുത്തു ഞാൻ വാതിക്കലെന്നറിവീൻ. യേശു ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരുപക്ഷെ പള്ളിയുടെ രജിസ്റ്ററിൽ നിന്റെ പേര് കാണാം, ഒരുപക്ഷെ നിന്റെ മതത്തിന്റെ ഏടുകളിൽ നീ മത തീവ്രവാദിയായി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് അവകാശപ്പെട്ടിരിക്കാം. പക്ഷെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല എങ്കിൽ തീപ്പൊയ്കയിൽ തള്ളപ്പെടും. ഇന്ന് യേശു ക്രിസ്തു വന്നാൽ, യേശു ക്രിസ്തു വന്നാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? നീ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാവോദനം നേടിയിട്ടുണ്ടോ? ഇന്നും പാപി 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 എന്ന് പറഞ്ഞല്ലേ ഇന്നും പ്രാർത്ഥിക്കുന്നത്? ജന്മപാപം തീർക്കാൻ വേണ്ടി ശിശു മാമോദീസ മുങ്ങി, അതിനുശേഷം ആദ്യ കുർബാന കൈക്കൊണ്ടു, അപ്പോഴും പാപി. ആണ്ടുകുമ്പസാരം നടത്തി, അപ്പോഴും പാപി. അതിനുശേഷം എത്രയോ തീർത്ഥാടനങ്ങൾ, എത്രയോ പെരുന്നാളുകൾ, എത്രയോ ക്രിസ്മസുകൾ, എത്രയോ ഈസ്റ്ററുകൾ, എത്രയോ ദുഃഖവെള്ളിയാഴ്ചകൾ നീ കൊണ്ടാടി. അവസാനം പാപി പാപി പാപി. മരിക്കുവാനായി കിടക്കുമ്പോൾ അന്ത്യകൂദാശ തരുമ്പോഴും ഈ പാപിയുടെ ആത്മാവോട് കരുണ തോന്നണമേ. മരിച്ചു കഴിഞ്ഞ് ആ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോഴും പുരോഹിതന്മാർ പറയും, ഈ പാപിയുടെ ആത്മാവോട് കരുണ തോന്നണമേ. 40 നടത്തുമ്പോഴും പറയും, ഈ പാപിയുടെ ആത്മാവോട് കരുണ തോന്നണമേ. ആ 1 വർഷം കഴിഞ്ഞ് ആണ്ട ശ്രാദ്ധം നടത്തുമ്പോഴും പറയും, ഈ പാപിയുടെ ആത്മാവോട് കരുണ തോന്നണമേ. പാപി ജനിതലം പാതാളമല്ലേ പ്രിയരെ? അതുകൊണ്ടാണ് കുരുടനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ജനമൊക്കെയും കേൾക്കെ താൻ തന്റെ ശിഷ്യന്മാരുടെ മുന്നറിയിപ്പ് കൊടുത്തു. വായിച്ചു നോക്കണം പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായത്തിൽ 45 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നിലയും കൂടെ നടപ്പാനിച്ചിക്കുകയും അങ്ങാടിയിൽ ബന്ധനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവർ വിധവമാരുടെ വീടുകളിൽ വിഴുങ്ങും, ഉഭയരുടെ ദീർഘമായി പ്രാർത്ഥിക്കും. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും. അവർ കടക്കുന്നില്ല, കടക്കാമെന്ന് സമ്മതിക്കുന്നതിന് മത്തായി 23:14 പറഞ്ഞിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ആരാണ് നിലയും കൂടെ നടക്കുന്നത്? അങ്ങാടി ഈശോയെ സ്തുതിയായിരിക്കുന്നത് ആർക്കാണ് നിങ്ങൾ പറയുന്നത്? പള്ളിയിൽ മുഖ്യാസനം ആർക്കാണ്? അത്താഴത്തിൽ പ്രധാന സ്ഥലം ആർക്കാണ്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ദീർഘമായി പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് വിധവമാരുടെ വീടുകളിൽ വിഴുങ്ങിയില്ലെങ്കിൽ ഇവിടെ അഭയാ കേസുകൾ ഉണ്ടാകുമോ? അതുകൊണ്ടാണ് ഈ കുരുടൻ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, വീതിയും വിശാലമുള്ള വഴിയിലൂടെ അനേകർ പോകുന്നു നാശത്തിലേക്കുള്ള വഴിയാണ്. ഞങ്ങളുടെ മതത്തിൽ അനവധി ആളുകളുണ്ട്, അവരെല്ലാം നരകത്തിൽ പോവുകയാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ എന്ന് ഫിലോസഫി പറഞ്ഞാൽ അത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. വീതിയും വിശാലമുള്ള വഴിയിലൂടെ അനേകർ പോകുന്നു, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്, അതിന് കടക്കുന്നവർ ചുരുക്കമാണ് പ്രിയരെ. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ക്രിസ്തു മതത്തിൽ ഒരാളെ ചേർക്കുവാൻ ഞങ്ങൾ വന്നതല്ല. ഞങ്ങളൊരു മതത്തിലേക്ക്, ഒരു മതത്തിൽ മറ്റൊരു മതത്തിലേക്ക് മനുഷ്യനെ മാറ്റുവാൻ വന്നതല്ല. പിന്നെയോ മഹാദൈവത്തിന്റെ മഹാസ്നേഹമായ ക്രിസ്തു ഈ സുവിശേഷത്താൽ നിങ്ങളോട് ചോദിക്കുകയാണ്, മകനെ, ഞാൻ നിന്നെ സ്നേഹിച്ചു, നിനക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഞാൻ മനുഷ്യനായി വന്നു, നിന്റെ പാപത്തിന് വേണ്ടി ഞാൻ ക്രൂശിൽ മരിച്ചു, നിനക്ക് വേണ്ടി ഞാൻ അടക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് മനസ്സുണ്ടോ നിന്റെ ഹൃദയം എനിക്ക് തരുവാൻ? നിനക്ക് മനസ്സുണ്ടോ മാനസാന്തരപ്പെടുവാൻ?
നിനക്ക് മനസ്സുണ്ടോ മദ്യപാനം നിർത്തുവാൻ? നിനക്ക് മനസ്സുണ്ടോ മയക്കുമരുന്നിന്റെ ഉപയോഗം നിർത്തുവാൻ? നിനക്ക് മനസ്സുണ്ടോ ആത്മഹത്യയിൽ പിന്തിരിയുവാൻ? നിനക്ക് മനസ്സുണ്ടോ ഒരു പുതിയ മനുഷ്യനായി സമാധാനത്തോടെ ജീവിക്കുവാൻ? നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ സമാധാന പ്രഭുവായി ക്രിസ്തു ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ? മതം മാറാമോ എന്നല്ല. മതം മാറി മാധവൻ മത്തടിച്ചത് മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കിയില്ല. അതുകൊണ്ട് മതം മാറുകയല്ല, മനം മാറണം. മനം മാറിയാൽ പേര് മാറണ്ട, പ്രവൃത്തി മാറും. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ മനുഷ്യനായി തീരും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു കാലഘട്ടത്തിൽ മദ്യവും ലോകത്തിന്റെ പാപത്തിൽ ജീവിച്ച് എന്നെ പോലുള്ള മഹാപാവികൾ അന്നും ഒരു മതത്തിന്റെ അഥവാ മുന്നണി പോരാളികളായി ജീവിച്ചവരായിരുന്നു. എന്നാൽ ജീവന്റെ സുവിശേഷം കേട്ടപ്പോൾ, സ്നേഹത്തിന്റെ സന്ദേശം കേട്ടപ്പോൾ, ക്രിസ്തുവിന്റെ ആർദ്രമായ സ്നേഹത്തിന്റെ ആഹ്വാനം കേട്ടപ്പോൾ, ഞാൻ എന്റെ മുഴങ്കാൽ എന്റെ കർത്താവിന്റെ മുമ്പിൽ മടക്കി. ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ പാപിയാണ്. എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ എന്റെ മതത്തിന് കഴിയില്ല, എന്റെ കർമ്മകാണ്ഡങ്ങൾക്ക് കഴിയില്ല, എന്റെ ജീവിതം കൊണ്ട് സാധ്യമല്ല. എന്നാൽ നീ എനിക്ക് വേണ്ടി 2000 ആണ്ടുകൾക്കപ്പുറത്ത് എനിക്ക് വേണ്ടി പ്രാണൻ നൽകി എന്നെ സ്നേഹിച്ച പ്രാണപ്രിയനാണ്. നിന്നെ മറന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് നിന്നെ വേണം. പ്രിയ സ്നേഹിത, അല്പമെങ്കിലും സത്യം നിങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഈ സ്നേഹസ്വരൂപനായ കർത്താവായ യേശു ഇന്ന് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അവൻ ചോദിക്കുകയാണ്, നീ പാപിയാണ് മോനെ, നിന്റെ പാപത്തിന് വേണ്ടിയല്ലേ ഞാൻ മരണമില്ലാത്ത ദൈവമായി ഞാൻ മരണം ഭരിച്ചത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അടിയേറ്റത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ തുപ്പേറ്റത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ മുൾമുടി വെച്ചത്? നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന്റെ ശിക്ഷയല്ലേ ഞാൻ ഏറ്റെടുത്തത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവധിക്കറഞ്ഞത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രാണം നൽകിയത്? ആ പ്രാണപ്രിയനായ ഞാൻ നിന്നെ സ്നേഹിച്ചു. നിനക്ക് മനസ്സുണ്ടോ മാനസാന്തരപ്പെടുവാൻ? നിന്റെ ഹൃദയമാകുന്ന ആ ശ്രീകോവിൽ എനിക്ക് വേണ്ടി നീ തുറക്കുമോ? നിന്റെ ഹൃദയത്തിന്റെ ആൾത്താരയിലേക്ക് ഈ നിമിഷം നീ എന്നെ സ്വീകരിക്കുമോ? സ്നേഹിത, അല്പമെങ്കിലും സത്യം അവശേഷിക്കുന്നുവെങ്കിൽ, സ്നേഹത്തിന് നിങ്ങൾ ചെവി കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ വണ്ണം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ് നാഥ. എന്റെ പാപത്തിനു വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അങ്ങടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ ഇന്നുവരെ അങ്ങേ എന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഈ നിമിഷം മുതൽ കർത്താവായ യേശുവേ, നിന്നെ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ഹൃദയനാഥനായി ഇതാ ഞാൻ എന്റെ ഹൃദയത്തിന്റെ അൾത്താരയിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങയുടെ നിർമ്മലമായ രക്തം, കാൽവരി ചൊരിഞ്ഞ രക്തം, ആ പുണ്യാഗ രക്തത്താൽ എന്നെ കഴുകണമേ. ആ രക്തത്താൽ കഴുകി എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് രാജാവായി, കർത്താവായി, ഏകസത്യദൈവമായി ഞാനിതാ സ്വീകരിക്കുന്നു. ഇങ്ങനൊരു സമർപ്പണം നിങ്ങൾ ചെയ്താൽ ആ നിമിഷം ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വരികയും, പാപത്തിൽ ജീവിച്ച മദ്യത്തിനും മദിരാക്ഷിക്കും മയക്കുമരുന്നിനും ലോകത്തിൻ്റെതായ കൊലയ്ക്കും കൊലപാതകത്തിനും ആത്മഹത്യയും ജീവിച്ച ഏതൊരു മനുഷ്യനും സമാധാന പ്രഭുവായി ക്രിസ്തു വന്നാൽ ആ നിമിഷം പാപമോചനം. പിന്നെ പാപിയല്ല, പിന്നെ അവനെ സ്വർഗം വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ്. റോമിലെ വിശുദ്ധന്മാർ ആയിത്തീർന്നത് എങ്ങനെയാണ്? റോമിലെ പാപിയായ മനുഷ്യർ യേശു ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ സ്വർഗം അവരെ വിളിച്ചു റോമിലെ വിശുദ്ധന്മാർ, ഒരാളല്ല. അതുപോലെ കൊരിന്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊരിന്ത് എന്ന പട്ടണത്തിൽ ഇതുപോലെ സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ വിശ്വസിച്ചവരെ ബൈബിൾ വിളിച്ചു കൊരിന്തിലെ വിശുദ്ധന്മാർ. എഫെസോസിൽ സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച എഫെസോസുകാരെ വിളിച്ചു എഫെസോസിലെ വിശുദ്ധന്മാർ. അതുപോലെ മരിയ ദേശത്തിലെ വിശുദ്ധന്മാരാകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ നിമിഷം ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ വിശുദ്ധരായി തീരുക. അതുകൊണ്ടാണ് ഇനി കർത്താവായ യേശു ക്രിസ്തു വരുന്നത് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചവരെ അഥവാ തന്നോട് ചേർക്കുവാനാണ്. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അങ്ങനെ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി സ്നേഹസ്വരൂപനായിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയപുത്രനായ ക്രിസ്തുവിന്റെ തിരുമാറിലേക്ക് മുത്തമിടുവാൻ ചേർക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇന്ന് ക്രിസ്തു വന്നാൽ നീ ആ ക്രിസ്തുവിന്റെ മാറിടത്തോട് ചാരുമോ? ആ ക്രിസ്തു നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തതിന്റെ ആ വില നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കുക. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒന്നെങ്കിൽ ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയാകാം, ഇല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് പോകാം. അതുകൊണ്ടാണ് ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും അനേക വിദ്യാ ദൈവങ്ങളുടെ നടുവിൽ ഒരേ ഒരു സത്യദൈവം യേശു ക്രിസ്തു മാത്രം സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ നിത്യജീവനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ക്രിസ്തു പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചാൽ ഏറ്റവും ലാഭകരമായ ജീവിതം. അതുകൊണ്ടാണ് ലോകത്ത് മറ്റെന്തിനു വേണ്ടി മരിച്ചാലും എന്തിനു വേണ്ടി പ്രവർത്തിച്ചാലും അതെല്ലാം നഷ്ടം, നഷ്ടം, നഷ്ടമാണ്. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് കെന്നഡി വെടിയേറ്റു മരിച്ചപ്പോൾ ലോകപത്രങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ഇത് ലോകത്തിന്റെ തീരാ നഷ്ടം. നാം അറിയുന്ന പോലെ ഇന്ത്യ പ്രിയദർശിനി ഇന്ദിരാജി വെടിയേറ്റു മരിച്ചപ്പോൾ ലോകപത്രങ്ങളിൽ എഴുതി, ഇത് തീരാ നഷ്ടം. കേരളത്തിന്റെ സംസ്കാരിക നേതാവ് സുകുമാർ അഴീക്കോട് മരിച്ചപ്പോൾ എല്ലാവരും കേരളത്തിന്റെ തീരാ നഷ്ടം. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിന്റെ തീരാ നഷ്ടം. EMS നമ്പൂതിരിപ്പാട് മരിച്ചപ്പോൾ പറഞ്ഞു, ഇത് കേരളത്തിന്റെ തീരാ നഷ്ടം. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച അപ്പോസ്തലനായ പൗലോസ് റോമയുടെ മിന്നുന്ന വാൾമുമ്പിൽ നിന്ന് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മഹത്തായ മാർഗമാണ് പ്രിയരെ ഈ മശിഹായുടെ മാർഗം. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ ഒന്നാമത്തെ അപ്പോസ്തലൻ പത്രോസിനെ അവർ പിടിച്ചില്ലേ, തലകീഴായി ക്രൂശിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നോ ഈ ജീവന്റെ മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചു ഓർ അന്ത്രയോസിനെ അടിച്ചവശനാക്കി കുതിരയ്ക്ക് കെട്ടി വലിച്ച് അവൻ ക്രൂശിൽ കിടന്ന് രക്തം വാർന്നൊഴുകി മരിച്ചില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ പുനരുദ്ധാനത്തിന്റെ മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചില്ലേ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് തിളച്ചി എണ്ണയിലേക്ക് എറിഞ്ഞില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചു അവർ ബത്ലോമായിയെ ജീവനോട് തൊലി ഉരിച്ചു കൊന്നില്ലേ കഴുത്തിൽ താഴോട്ട്? അവിടെ കൊണ്ട് തീർന്ന ഒരു മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചു അവർ മത്തായിയെ ചിരച്ഛേദനം ചെയ്തില്ലേ? അവിടെ കൊണ്ട് തീർന്ന ഒരു മാർഗം? ഇല്ലേ, ഇല്ല. പിടിച്ചുവർ ശിമയോനെ ചിരച്ഛേദനം ചെയ്തില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. അവർ പിടിച്ചു തഥായിയെ മരത്തോട് ചേർത്ത് വെച്ച് അമ്പെയ്തു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. അവർ വീണ്ടും പിടിച്ചു തോമാസ് ലീഹായെ ഇഞ്ചിയിലെ മൈലാപ്പൂർ വെച്ച് ശൂലത്തിന് കുത്തിക്കൊന്നില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. ആയിരങ്ങൾ ആയിരങ്ങൾ ആർത്തിരമ്പി കാലുകളുടെ നടമ്പറുടെ വഴികളിലൂടെ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചുംബിക്കുവാൻ, ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിൽ ഉറങ്ങുമ്പോൾ അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാതെ മുന്നേറി താരണ പീഡനകാല ശക്തികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ധീര രക്തസാക്ഷികൾ 33.5 വയസ്സിന്റെ യുവത്വമുള്ള ക്രിസ്തുവേശു പുനരുദ്ധാനം ചെയ്ത അതേ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അമർത്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഇനിയും 1000 ആണ്ട് ക്രിസ്തുവിടെ ഭരിക്കും. അതുകൊണ്ട് കൊന്ന് ഞങ്ങളെ തീർക്കാമെന്ന് വിചാരിച്ചാലും ഞങ്ങളെ തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ചത്ത് വളർന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. അതുകൊണ്ട് മതങ്ങളെ, ഇസങ്ങളെ നിങ്ങൾ എത്ര കൊന്നാലും എത്ര വേട്ടയാടിയാലും ക്രിസ്തുവിന്റെ മാർഗത്തെ നിങ്ങൾക്കില്ലാതെ ചെയ്യുവാൻ കഴിയില്ല. കാരണം ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്, സന്തോഷത്തിന്റെ മാർഗമാണ്, സത്യത്തിന്റെ മാർഗമാണ്. ആ മാർഗം നിത്യതയുടെ മാർഗമാണ്. ഈ ജീവന്റെ മാർഗത്തിലേക്ക് അണിചേരുവാൻ ഇവിടെയുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന, സത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം ഈ ദേശത്തെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.